എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന രാമായണക്കാറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രാമായണക്കാറ്റിന്റെ 26-ാം ദിവസമാണ്. ഇന്ന് പാരായണം നടത്തേണ്ടത് ബഹ്റിൻ ചാപ്റ്ററാണ്. പക്ഷെ എന്നാൽ ഒന്ന് രണ്ട് ആൾക്കാരോട് സംസാരിച്ചിരുന്നു. പക്ഷെ അവർക്കൊക്കെ ഈ സമയം എനിക്ക് തോന്നുന്നു ഈ വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഇപ്പോഴത്തെ അവിടുത്തെ സമയം എനിക്ക് തോന്നുന്നു 6 മണി, അതിലിപ്പോ ഇവിടെ 7 മണി ആയെങ്കിൽ അവിടെ 5:30 5 മണിയൊക്കെ ആയിട്ടുള്ളൂ. അപ്പൊ അത് കാരണമുള്ള ഓഫീസ് കാര്യങ്ങളുള്ള തിരക്ക് കാരണമാണ് അവരൊക്കെ ഒന്നും പങ്കെടുക്കാതിരിക്കുന്നത്. 8 മണിക്കായിരുന്നെങ്കിൽ പങ്കെടുക്കാമായിരുന്നതിനൊക്കെ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. നമുക്ക് അതിനിപ്പോൾ അടുത്ത വർഷം ആലോചിക്കാൻ സാധിക്കുള്ളൂ. കാരണം എല്ലാവരുടെ മനസ്സിൽ പതിഞ്ഞൊരു സമയമാണ് ഈ 7 മണി എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് അടുത്ത വർഷം ഈ അവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇതാകുമ്പോൾ നമുക്ക് 8 മണി എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാവുന്നതാണ്. പിന്നീട് ആലോചിക്കാം. എന്തായാലും ഇന്നത്തെ പാരായണത്തിന് തുടക്കം കുറിക്കുവാനായി ആദ്യം ഗുരുസ്മരണയ്ക്കായി ജയേട്ടന് കഴിയുമോ? ഡ്രൈവ് ചെയ്യാണ്. കുഴപ്പമില്ല. ബഹ്റൈനിൽ വൈകിട്ട് 4:30 ആയിട്ടേ ഉള്ളൂ ജ്യോതിഷേ. ആണല്ലേ? അതാണ് ഞാൻ ഒന്ന് രണ്ട് പേരോട് ഞാൻ മെസ്സേജ് ഇട്ടിരുന്നു, സംസാരിച്ചിരുന്നു. അങ്ങ് ചെയ്യുമോ ഗുരുസ്മരണ? ചെയ്യാം, കുഴപ്പമില്ല. ജയേട്ടൻ ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. ജയശങ്കര. ജയശങ്കര. അജ്ഞാനാന്തർഗഹന പതിതൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകൻ ഭവതവശിഖാ താപപാപച്യമാനാൻ മുക്ത്വാ മൗനം വിടപിനോ മുലദോ നിഷദന്തി ശംഭോ മൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപാം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യ കൃതൗ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജയശങ്കര. വളരെ സന്തോഷം. ഇതാണ് നമ്മുടെ ആദിശങ്കര ഫൗണ്ടേഷന്റെ ഏത് ഇതിലാണോ ഇത് ഡ്രൈവ് ചെയ്യായിരുന്നു. അഭിലാഷിയാണെങ്കിൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ഇവിടെ പരിപാടികളൊക്കെ അവതരിപ്പിക്കുമ്പോഴൊക്കെ അദ്ദേഹം ഡ്രൈവ് ചെയ്യുന്ന രീതിയിലാണ് കാണുന്നത്. ഇന്ന് ജയേട്ടനെ ആ ഒരു ഇത് ഓർമ്മിപ്പിച്ചു. ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ കാണിക്കുന്ന ആ മനസ്സിന് ആദ്യം ഒരു സല്യൂട്ട്. തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്. ഞാൻ തന്നെ പലപ്പോഴും ഈ പറഞ്ഞ പോലെ ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ലാപ്ടോപ്പ് എടുത്തോണ്ട് പോകും. എന്നിട്ട് വിജി ചോദിക്കാറുണ്ട്, ഇത് ലാപ്ടോപ്പ് ഞാൻ പറയുന്നത് വൈകുന്നേരം പരിപാടി ഉണ്ട്, അല്ലെങ്കിൽ 3 മണിക്കുണ്ട്, അല്ലെങ്കിൽ 5 മണിക്കുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഒരു ഭാഗമായിരിക്കുകയാണ്. അത് മനസ്സിനൊരു സുഖം തന്നെയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല. ഇവിടെ ഇപ്പൊ എന്തെങ്കിലും നമ്മുടെ കുടുംബക്കാരുടെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്ത്, പക്ഷെ അതല്ല, എന്തോ ഒരു ഇതുണ്ട്, ഒരു ശക്തി നമ്മളെ ഈ പരിപാടികളൊക്കെ അവതരിപ്പിക്കുവാനായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഞാൻ 6 മണിക്ക്, എനിക്ക് 6 മണി വരെയാണ് ഡ്യൂട്ടി. 6 മണിക്ക് വന്നു, ഇവിടുന്ന് വന്നാൽ അവിടെ തന്നെ ഇത് ഓൺ ചെയ്ത് വെക്കും. പിന്നെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് നാമമൊക്കെ ജപിച്ച് വന്ന് ഇതിന്റെ മുമ്പിൽ വന്നിരിക്കും. ഇതൊക്കെ ഏതോ ഒരു ശക്തി ചെയ്യുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെ സന്തോഷം ചേട്ടാ, അങ്ങ് ഈ സാഹചര്യത്തിലും അങ്ങനെ വളരെ സന്തോഷം തോന്നുന്നു. അഭിമാനം തോന്നുന്നു നമ്മുടെ ആൾക്കാരെ ഓർത്ത്. അപ്പൊ ആദ്യമായി ഇന്ന് പാരായണം ചെയ്യാനായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ആലപ്പുഴ ചാപ്റ്ററിൽ നിന്നുള്ള കോർഡിനേറ്റർ പ്രിയപ്പെട്ട സരസ്വതി ഇടത്തിയൻ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ജയശങ്കർ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭി രാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭി രാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ
ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ. രാവണന്റെ പുറപ്പാട്. ആരെയും പോരിന്നയക്കുന്നതില്ലിനി നേരെ പൊരുതു ജയിക്കുന്നതുണ്ടല്ലോ. നമ്മോടു കൂടെയുള്ളോർകളും പോന്നിടുക നമ്മുടെ പേരും വരുത്തുകെന്നാനവൻ. വെൺമതി പോലെ കുടയും പിടിപ്പിച്ചു പൊന്മയമായൊരു തേരിൽ കരേറിനാൻ. ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും നീലത്തഴകളും മുത്തുക്കുടകളും 1000 വാജികളെ കൊണ്ട് പൂട്ടിയ വായുവേഗം പൂണ്ട തേരിൽ കരയേറി മേരുശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ ഹാരങ്ങളാദിയാം ആഭരണങ്ങളും 10 മുഖവും 20 കൈകളും ഹസ്തങ്ങളിൽ ചാപബാണായുധങ്ങളും നീലാദ്രി പോലെ നിശാചര നായകൻ കോലാഹലത്തോടു കൂടെ പുറപ്പെട്ടാൻ. ലങ്കയിലുള്ള മഹാരഥന്മാരെല്ലാം ശങ്കാരഹിതം പുറപ്പെട്ടാരന്നേരം. മക്കളും മന്ത്രികൾ തമ്പിമാരും മരുമക്കളും ബന്ധുക്കളും സൈന്യപാലരും തിക്കി തിരക്കി വടക്കുഭാഗത്തുള്ള മുഖ്യമാങ്കോപുരത്തൂടെ തെരുതെര വിക്രമമേറിയ നക്തഞ്ചരന്മാരെയൊക്കെ പുരോഭുവി കണ്ടു രഘുവരൻ. മന്ദസ്മിതം ചെയ്തു നേത്രാന്ത സംജ്ഞയാമന്ദം വിഭീഷണൻ തന്നോടരുൾ ചെയ്തു. നല്ല വീരന്മാർ വരുന്നതു കാണെടോ, ചൊല്ലേണമെന്നോടിവരെ യഥാഗുണം എന്നതു കേട്ടു വിഭീഷണൻ രാഘവൻ തന്നോടു മന്ദസ്മിതം ചെയ്തു ചൊല്ലിടിനാൻ. ബാണചാപത്തോടു ബാലാർക്ക കാന്തി പൂണ്ടാന കഴുത്തിൽ വരുന്നത കമ്പകൻ. സിംഹധ്വജം പൂണ്ട തേരിൽ കരയേറി സിംഹപരാക്രമൻ. ബാണചാപത്തോടും വന്നവൻ ഇന്ദ്രജിത്താകിയ രാവണനന്ദനൻ. നമ്മെ മുന്നം ജയിച്ചാനവൻ. ആയോധനത്തിനു ബാണചാപങ്ങൾ പൂണ്ടായ പൂണ്ടായതമയൊരു തേരിൽ കരയേറി കായം വളർന്നു വിഭൂഷണം പൂണ്ടതികായൻ വരുന്നതു രാവണാന്തകൻ. പൊന്നണിഞ്ഞാന കഴുത്തിൽ വരുന്നവനുന്നതനേറ്റം മഹോദരൻ മന്നവാ വാജിമേലേറി പരിഘം തിരിപ്പവനാജി സുരേന്ദ്രൻ വിശാലൻ നരാന്തകൻ. വെള്ളരുതിന്മുകളേറി ത്രിശൂലവും തുള്ളിച്ചിരിക്കുന്നവൻ ത്രിശിരസല്ലോ. രാവണൻ തന്മകനൻ മറ്റേതിനങ്ങേതു ദേവാന്തകൻ തേരിൽ വന്നതു മന്നവാ. കുംഭകർണാത്മജൻ കുംഭനങ്ങേതവൻ തമ്പിന് കുംഭൻ പരിഘായുധനല്ലോ. ദേവകുലന്തനാക്കിയ
രാവണനേവരോടും നമ്പാൻ പുറപ്പെട്ടു. യുദ്ധം വിഭീഷണൻ ചെന്നതു കേട്ടതിനുത്തരം രാഘവൻ താനുമരുൾ ചെയ്തു. യുദ്ധേ ദശമുഖനെ കൊല ചെയ്തുടൻ ചിത്തകോപം കളഞ്ഞിടുവാനിന്നു ഞാൻ എന്നരുളി ചെയ്തു. നിന്നരുളും നേരം വന്ന പടയോട് ചൊന്നാൻ ദശാസ്യനും. എല്ലാവരും നാം ഒഴിച്ചു പോന്നാലവർ ചെല്ലുമകത്തു കടന്നൊരു ഭാഗമേ പാർത്തു ശത്രുക്കൾ കടന്ന കൊള്ളും മുന്നേ കാത്തുകൊള്ളിൻ നിങ്ങൾ ചെന്നുലങ്കാപുരം. യുദ്ധത്തിനിന്നു ഞാൻ ഓരുമിവരോട് ശക്തിയില്ലായ്മകയും ഇല്ലതിനേതുമേ. ഏവം നിയോഗിച്ച നേരം നിശാചരരെ വരും ചെന്നുലങ്കാപുരം മേവിനാർ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജയശങ്കര. വളരെ സന്തോഷം സരസ്വതി, വളരെ മനോഹരമായി തന്നെ പാരായണം ചെയ്തു. ഞാൻ അടുത്തായി വേദിയിലേക്ക് നമ്മുടെ സൂറത്ത് ചാപ്റ്ററിൽ നിന്നുള്ള ശോഭ ചേച്ചിയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു, കുറച്ച് ഭാഗം പാരായണം ചെയ്യുന്നതിനായി. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. അതുലിതബലധാമം സ്വർണശൈലാഭദേഹം ധനുജവനകൃശാനും ജ്ഞാനിനാമഗ്രഗണ്യം സകലഗുണനിധാനം വാനരാണാമധീശം രഘുപതി വരദൂതം വാദജാതം നമാമി. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേശ്വരവിസ്വരൂപം പ്രണാമി തുഞ്ചത്തെഴുമാര്യപാദം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. വൃന്ദാരകാരാതിരാവണൻ വാനരവൃന്ദത്തെ എയ്തെയ്തു തള്ളിവിട്ടിടിനാൻ. വാനരേന്ദ്രന്മാരഭയം ധരികന്നു മാനവേന്ദ്രൻ കാൽക്കൽ വീണിരന്നിടിനാർ. വില്ലും ശരങ്ങളുമാശു കൈക്കൊണ്ടു കൗസല്യാതനയനും പോരിനൊരുമിച്ചാൻ. വമ്പനായുള്ളോരിവനോട് പോരിന്നു മുമ്പിൽ അടിയൻ അനുഗ്രഹം നൽകണം എന്നു സൗമിത്രയും ചെന്നിരന്നിടിനാൻ. മന്നവൻ താനും അരുൾ ചെയ്തിതന്നേരം വൃത്രാരിയും പോരിൽ വിത്രസ്തനായി വരും. നക്തഞ്ചരേന്ദ്രനോടേറ്റാലറിക നീ മായയുമുണ്ടു നിശാചരർക്കേറ്റവും ന്യായവും ഇല്ലിവർക്കാർക്കും ഒരിക്കലും. ചന്ദ്രചൂടപ്രിയനാകയുമുണ്ടവൻ ചന്ദ്രഹാസാഖ്യമാം വാളുമുണ്ടായുധം. എല്ലാം നിരൂപിച്ചു ചിത്തമുറപ്പിച്ചു ചെല്ലേണമല്ലോ കലകത്തിനെന്നെല്ലാം ശിക്ഷിച്ചരുൾ ചെയ്തയച്ചോരനന്തരം ലക്ഷ്മണനും തൊഴുതാശു പിൻവാങ്ങിനാൻ. ജാനകീരോരനെ കണ്ടോരു നേരത്തു വാനരനായകനാകിയ മാരുതി തേർത്തടം തന്നിൽ കുതിച്ചു വീണിടിനാർ. ആർത്തനായി വന്നു നിശാചരനാഥനും ദക്ഷിണഹസ്തവും ഓങ്ങി പറഞ്ഞിതു രക്ഷോവരനോടും മാരുതപുത്രനും നിർജരന്മാരെയും താപസന്മാരെയും സജ്ജനമായ മറ്റുള്ള ജനത്തെയും നിത്യം ഉപദ്രവിക്കുന്ന നിനക്ക്
വന്നെത്തും ആപത്തു കവികുലത്താലടോ. നിന്നെ അടിച്ചുകൊള്ളുവാൻ വന്നു നിൽക്കുന്നോരെന്നെ ഒഴിച്ചുകൊൾ വീരനെന്നാകിൽ നീ. വിക്രമമേറിയ നിന്നുടെ പുത്രനാം അക്ഷാകുമാരനെ കൊന്നതു ഞാനടോ എന്നു പറഞ്ഞൊന്നടിച്ചാൻ കവീന്ദ്രനും. നന്നായി വിറച്ചു വീണാൻ ദശകണ്ഠനും. പിന്നെയുണർന്നു ചെന്നാൻ ഇവിടെ കിടന്നു വന്ന കവികളിൽ നല്ലോ ഭവാൻ. നമ്മെ എന്തായതിനീക്കിന്നിതുകൊണ്ട് നമ്മുടെ തല്ലുകൊണ്ടാൽ മറ്റൊരുവരും മൃത്യു വരാതെ ജീവിപ്പവരില്ലല്ലോ. മൃത്യു വന്നീല നിനക്കതുകൊണ്ടു ഞാൻ എത്രയും ദുർബലനെന്നു വന്നു നിമ്മിലിത്തിരി നേരമിന്നും പൊരുതിയിടണം എന്ന നേരത്തൊന്നടിച്ചാൻ ദശാനനൻ. പിന്നെ മോഹിച്ചു വീണാൻ കവിശ്രേഷ്ഠനും. നീലനം നേരം കൊതികൊണ്ട് രാവണൻ മേലെ കരേറി കിരീടങ്ങൾ 10 വില്ലുതന്മേലും കൊടിമരത്തിന്മേലും ഉല്ലാസമോടോ മകുടങ്ങൾ 10 ചാടി ക്രമേണ നൃത്തം തുടങ്ങിയിടിനാൻ. പാടിത്തുടങ്ങിനാൻ നാരദനും ദദാ പാവകാസ്ത്രം കൊണ്ടു പാവകപുത്രനെ രാവണനെ ഇതുടൻ തള്ളി വിട്ടിടിനാൻ. തൽക്ഷണേ കോപിച്ചു ലക്ഷ്മണൻ വേഗേന രക്ഷോപരനെ ചെറുത്താനതു നേരം. ബാണഗണത്തെ വർഷിച്ചാരിരുവരും കാണരുതാതെ ചമഞ്ഞിതോ പോർക്കളം. വില്ലു മുറിച്ചു കളഞ്ഞിതു ലക്ഷ്മണൻ അല്ലൽ മുഴുത്തു നിന്നു ദശകണ്ഠനും. പിന്നെ മയൻ കൊടുത്തോരു വേൽ സൗമിത്രി തന്നെ മാറിലാം മാറുചാട്ടിയിടിനാൻ. അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതാഞ്ഞു സൗമിത്രിയും ശക്തിയേറ്റാശു വീണിടിനാൻ. ആടലായി വീണ കുമാരനെ ചെന്നടുത്തിടുവാനാശു ഭാവിച്ചു ദശാനനൻ. കൈലാസ ശൈലമെടുത്ത ദശാസ്യനോ ബാലശരീരമിളക്കരുതാഞ്ഞതോ. രാഘവൻ തന്നെ ഗൗരവമോർത്തതി ലാഘവം പൂണ്ടിതോ രാവണ വീരനും. കണ്ടു നിൽക്കുന്നോരു മാരുതപുത്രനും മണ്ടിയണഞ്ഞൊന്നടിച്ചാൻ ദശാസ്യനെ. ചോരയും ഛർദിച്ചു തേരിൽ വീണാനവൻ. മാരുതി താനും കുമാരനെ തൽക്ഷണേ പുഷ്പസമാനമെടുത്തുകൊണ്ടാതരാൽ ചിൽപുരുഷൻ മുൻപിൽ വെച്ചു പണങ്ങിനാൻ. മാറും വിരിഞ്ഞു ദശമുഖൻ കയ്യിലാ മാറു പുക്കുമയദത്തമാം ശക്തിയും. ത്രൈലോക്യനായകനാകിയ രാമനും പൗലസ്ത്യനോടു യുദ്ധം തുടങ്ങിയിടിനാൻ. ഗന്ധവാഹാത്മജൻ വന്ദിച്ചു ചൊല്ലിനാൻ. പങ്ക്തിമുഖേനോടു യുദ്ധത്തിനെന്നുടെ കണ്ഠമേറിക്കൊണ്ടു നിന്നരുളിക്കൊള്ളുക. കൊണ്ടതയെന്നിയെ കൊൽക ദശാസ്യനെ. മാരുതി ചൊന്നതു കേട്ടു രഘുത്തമൻ ആരോഗ്യതൽ കണ്ഠദേശേ വിളങ്ങിനാൻ. ചൊന്നാൻ ദശാനനൻ തന്നോടു രാഘവൻ നിന്നെ അടുത്തു കാൺമാൻ കൊതിച്ചേൻ തുലോം. ഇന്നതിന്നാശു യോഗം വന്നിതാകയാൽ നിന്നെയും നിന്നോടുകൂടെ വന്നോരെയും കൊന്നു ജഗത്രയം പാലിച്ചു കൊള്ളുവാൻ എന്നുടെ മുൻപിൽ അരക്ഷണം നിൽക്കു നീ എന്നരുൾ ചെയ്തു. ശസ്ത്രാസ്ത്രങ്ങൾ തൂകിനാൻ ഒന്നിനൊന്നൊപ്പമെയ്താൻ ദശവക്രനും. ഘോരമായി വന്നതോ പോരുമന്നേരത്തു വാരാനിധിയും ഇളകി മറിയുന്നു. മാരുതി തന്നെയുമേതു മുറിച്ചതോ ശൂരനായോരു നിശാചരനാകയൻ ശ്രീരാമദേവനും. കോപം മുഴുത്തതി ധീരത കൈക്കൊണ്ടെടുത്തോരു സായകം രക്ഷോവരനുടെ ഭക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കി പ്രയോഗിച്ചാനതിദ്രുതം. ആലസ്യമായതോ ബാണമേറ്റം നേരം പൗലസ്യജാപവും വീണിതോ ഭൂതലേ. നഗ്നഞ്ചരാധിപനായ ദശാസ്യനോ
ശക്തിക്ഷയം കണ്ടു സത്വരം രാഘവൻ തേരും കൊടിയും കുടയും കുതിരയും ചാരുകിരീടങ്ങളും കളഞ്ഞിടിനാൻ. സാരഥി തന്നെയും കൊന്നു കളഞ്ഞളവ് ആരൂഢതാപേന നിന്നു ദശാസ്യനും. രാമനും രാവണൻ തന്നോടരുൾ ചെയ്താൻ, ആമയം പാരം നിനക്കൊണ്ടു മാനസേ, പോയാലും ഇന്നു ഭയപ്പെടാകേതുമേ, നീ ഇനി ലങ്കയിൽ ചെന്നങ്ങിരുന്നാലും ആയുധവാഹനത്തോടൊരുമ്പെട്ടുകൊണ്ട് ആയോധനത്തിനു നാളെ വരേണം നീ. കാകുൽസ്ഥവാക്കുകൾ കേട്ടു ഭയപ്പെട്ടു വേഗത്തിലങ്ങു നടന്നു ദശാനനൻ. രാഘവാസ്ത്രം തുടർന്നുണ്ടെന്നൊരാകുലം കൊണ്ടു തിരിഞ്ഞു നോക്കിത്തുലും വേപതുഗാത്രനായി മന്ദിരം പ്രാപിച്ചു താപമുണ്ടായതോ ചിന്തിച്ചു മേവിനാൻ. കുംഭകർണന്റെ നീതിവാക്യം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അടുത്തതായി പാരായണം ചെയ്യുവാൻ വളരെ സന്തോഷം. ശോഭ ചേച്ചി വളരെ മനോഹരമായി തന്നെ പാരായണം ചെയ്തു. വളരെ സന്തോഷം ജയശങ്കര. അടുത്തതായി വേദിയിലേക്ക് ഉഷേട്ടത്തിയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കുംഭകണ്ഠന്റെ നീതിവാക്യം പാരായണം ചെയ്യുന്നതിനായി. എന്നെയാണോ? ഓം ജാനകി ജീവന സ്മരണം ജയ ജയ രാമ രാമ. മാനവേന്ദ്രൻ പിന്നെ ലക്ഷ്മണൻ തന്നെയും വാനരരാജനാമർക്കാത്മജനെയും രാവണ ബാണവിദാരിതന്മാരായ പാവകപുത്രാദിവാനരന്മാരെയും സിദ്ധൌഷധം കൊണ്ടു രക്ഷിച്ചു തന്നെ സിദ്ധാന്തമെല്ലാം അരുൾ ചെയ്തു മേവിനാൻ. രാത്രിഞ്ചരേന്ദ്രനും ഭൃത്യജനത്തോടു പേർത്തും നിജാർത്തികൾ ഓർത്തു ചൊല്ലിയിടിനാൻ. നമ്മുടെ വീര്യബലങ്ങളും കീർത്തിയും നന്മയും അർത്ഥപുരുഷാകാരാദിയും നഷ്ടമായി വന്നിതൊടുങ്ങി സുഹൃതവും കഷ്ടകാലം നമുക്കാകതു നിശ്ചയം. വേദാവുതാനുമനാരണ്യഭൂപനും വേദവതിയും മഹാനന്ദികേശനും രംഭയും പിന്നെ നളകൂപരാദിയും ജംഭാരി മുമ്പാം നിലിംബവരന്മാരും കുംഭോത്ഭവാദികളായ മുനികളും ശംഭുപ്രണയിനിയാകിയ ദേവിയും പുഷ്ടതപോബലം പൂണ്ട പാതിവൃത്യനിഷ്ഠയോടമരുവുന്ന സതികളും സത്യമായി ചൊല്ലിയ ശാപവചസ്സുകൾ മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം ചിന്തിച്ചു കാൺമിൻ നമുക്കിനിയും പുനരെന്തോന്നു നൽകൂ ജയിച്ചുകൊള്ളുവാനഹോ. കാലാരി തുല്യനാകും കുംഭകർണനെ കാലം കളയാതുണർത്തുക നിങ്ങൾ പോയി. 6 മാസം കഴിഞ്ഞെന്നീ ഉണർന്നിടുമാറില്ല ഉറങ്ങിത്തുടങ്ങിയിട്ടേ അവനുള്ളൂ. 19 നാളെ കഴിഞ്ഞുള്ളൂ നിങ്ങൾ അൻപോടുണർത്തുവിൻ വല്ല പ്രകാരവും. രാക്ഷസരാജനിയോഗേന ചെന്നോരോ രാക്ഷസരെല്ലാം ഒരുമ്പെട്ടുണർത്തുവാൻ ആനകദുന്ദുഭി മുഖ്യവാദ്യങ്ങളും ആനതേർക്കാലാൾ കുതിരപ്പടകളും കുംഭകർണോരസി പാഞ്ഞുമാർത്തും ജഗൽക്കമ്പം വരുത്തിനാരെന്തൊരു വിസ്മയം. കുംഭസഹസ്രം ജലം ചൊരിഞ്ഞിടിനാർ കുംഭകർണശ്രവണാന്തരേ പിന്നെയും കുംഭീവരന്മാരെ കൊണ്ടു നാസാരന്ധ്ര സംഭൂതരോമം പിടിച്ചു വലിപ്പിച്ചും തുമ്പിക്കരമറ്റലറിയും ആനകൾ ജംഭാരി വൈരിക്കു കമ്പമില്ലേതുമേ. ജംഭാസമാരംഭമോടും ഉണർന്നിതു സംഭ്രമിച്ചോടിനാരാശരവീരരും. കുംഭസഹസ്രം നിറച്ചുള്ള മദ്യവും കുംഭസഹസ്രം നിറച്ചുള്ള രക്തവും സംഭോജ്യമന്യവും കുന്നുപോലെ കണ്ട് ഇമ്പം കലർന്നെഴുന്നേറ്റിരുന്നിടിനാൻ. ദ്രവ്യങ്ങളാദിയായി മറ്റുപജീവനദ്രവ്യമെല്ലാം ഭുജിച്ചാനന്ദചിത്തനായി ശുദ്ധാചമനവും ചെയ്തിരിക്കും വിധൗ ഭൃത്യജനങ്ങളും വന്നു വണങ്ങിനാൻ. കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയ കാരണവും കേട്ടു പങ്ക്തി കണ്ഠാനുജൻ.
എങ്കിലോ വൈരികളെ കൊല ചെയ്തു ഞാൻ സങ്കടം തീർത്തു വരുവേൻ എന്നിങ്ങനെ ചൊല്ലിപ്പുറപ്പെട്ട നേരം മഹോദരൻ മെല്ലെ തൊഴുതു പറഞ്ഞാനതു നേരം. ജ്യേഷ്ഠനെ കണ്ടു തൊഴുതു വിടവാങ്ങി മാട്ടം വരാതെ പൊയ്ക്കൊള്ളുക നല്ലത്. ഏവം മഹോദരൻ ചൊന്നതു കേട്ടവൻ രാവണൻ തന്നെയും ചെന്നു വണങ്ങിനാൻ. ഗാഠമായ ആലിംഗനം ചെയ്തിരുത്തിയിടിനാൻ ആരൂഢമോദം നിജ സോദരൻ തന്നെയും. ചിത്തേ ധരിച്ചതിൽ ഓർക്ക നീ കാര്യങ്ങൾ വൃത്താന്തമെങ്കിലോ കേട്ടാലും ഇന്നെടോ. സോദരി തന്നുടെ നാസാകുജങ്ങളെ ഛേദിച്ചതിന്നു ഞാൻ ജാനകി ദേവിയെ ശ്രീരാമലക്ഷ്മണന്മാരറിയാതെ കൊണ്ടാരാമസീമ്നി കൊണ്ടെന്നു വെച്ചിടിനേൻ. വാരിധിയിൽ ചിറകെട്ടിക്കടന്നവൻ പോരിഞ്ഞു വാനരസേനയുമായി വന്നു. കൊന്നാൻ പ്രഹസ്താദികളെ പലരെയും എന്നെയും എയ്തു മുറിച്ചാൻ ജിതശ്രമം. കൊല്ലാതെ കൊന്നയച്ചാൻ അതു കാരണം അല്ലൽ മുഴുത്തു ഞാൻ നിന്നെ ഉണർത്തിനേൻ. മാനവന്മാരെയും വാനരന്മാരെയും കൊന്ന നീ എന്നെ രക്ഷിച്ചു കൊള്ളേണമേ എന്നതു കേട്ടു ചൊന്നാൻ കുംഭകർണനും. നന്നെത്രയും നല്ലതേ നല്ലുകേൾ, നല്ലതും തീയതും താനറിയാത്തവൻ നല്ലതറിഞ്ഞു ചൊല്ലുന്നവൻ ചൊല്ലുകൾ നല്ലവണ്ണം കേട്ടുകൊള്ളുകിലും നന്നതല്ലാതവർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു. സീതയെ രാമനു നൽകുകെന്നിങ്ങനെ സോദരൻ ചൊന്നാൻ അതിനു കോപിച്ചു നീ ആട്ടിക്കളഞ്ഞതു നന്നോർത്തുകാൺ. നാട്ടിൽ നിന്നാശു വാങ്ങി ഗുണമൊക്കവേ നല്ലവണ്ണം വരും കാലമില്ലെന്നതും ചൊല്ലാമതുകൊണ്ടതും കുറ്റമല്ലടോ. നല്ലതൊരുത്തരാലും വരുത്താവതല്ല, അല്ലൽ വരുത്തും ആപത്തണയുന്ന നാൾ. കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾ കാലവും വീര്യവും ശത്രുമിത്രങ്ങളും മധ്യസ്ഥപക്ഷവും അർത്ഥപുരുഷാകാരാദിഭേദങ്ങളും 4 ഉപായങ്ങളും 6 നയങ്ങളും മേലിൽ വരുന്നതും ഒക്കെ നിരൂപിച്ച് പഥ്യം പറയും അമാത്യനുണ്ടെങ്കിലോ ഭർത്തൃസൗഖ്യം വരും കീർത്തിയും വർദ്ധിക്കും. ഇങ്ങനെയുള്ള ഒരമാത്യധർമ്മം വെടിഞ്ഞ് എങ്ങനെ രാജാവിനിഷ്ടമെന്നാൽ അതു കർണസുഖം വരുമാറു പറഞ്ഞുകൊണ്ട് അന്വഹം ആത്മാഭിമാനവും ഭാവിച്ച് മൂലവിനാശം വരുമാറു നിത്യവും മൂഢരായുള്ളോരമാത്യ ജനങ്ങളിൽ നല്ലത് കാകോളമെന്നതു ചൊല്ലുവോരല്ലൽ വിഷമമുണ്ടവർക്കെന്നിയല്ലോ. മൂഢരാം മന്ത്രികൾ ചൊല്ലുകേട്ടിയിടുകിൽ നാടും ആയുസ്സും കുലവും നശിച്ചുപോം. നാദഭേദം കേട്ടു മോഹിച്ചു ചെന്നു ചേർന്നാഭിമുഴുത്തു മരിക്കും മൃഗകുലം. അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നരായ അഗ്നിയിൽ വീണു മരിക്കുന്നു. മത്സ്യങ്ങളും രസത്തിങ്കൽ മോഹിച്ചു ചെന്നത്തൽ പെടുന്നു വെളിശം ഗ്രസിക്കയാൽ. ആഗ്രഹമൊന്നിലങ്കലേറിയാൽ ആപത്തു പോക്കുവാനാവതല്ലാതെ വണ്ണം വരും. നമ്മുടെ വംശത്തിനും നല്ല നാട്ടിനും ഉന്മൂലനാശം വരുത്തുവാനായല്ലോ ജാനകി തന്നിലൊരാശയുണ്ടായതും ഞാൻ അറിഞ്ഞേനതു രാത്രീഞ്ചരാധിപ. ഇന്ദ്രിയങ്ങൾക്ക് വശനായിരിപ്പവൻ എന്നും ആപത്തൊഴിഞ്ഞില്ലെന്നു നിർണയം. ഇന്ദ്രിയഗ്രാമം ജയിച്ചിരിക്കുന്നവൻ ഒന്നുകൊണ്ടും വരാ നൂനമാപത്തുകൾ. നല്ലതെല്ലെന്നറിഞ്ഞിരിക്കെ ബലാൽ ചെല്ലുമൊന്നിങ്കൽ ഒരുത്തൻ അഭിരുചി പൂർവജന്മാർജിത വാസനയാൽ അതിനാവതല്ലേതും അതിൽ വശനായി വരും. എന്നാലതിങ്കൽ നിന്നാശു മനസ്സിനെ തന്നുടെ ശാസ്ത്ര വിവേകോപദേശങ്ങൾ കൊണ്ട് വിധേയമാക്കിക്കൊണ്ടിരിപ്പവൻ ഉണ്ടോ ജഗത്തിങ്കലാരാനുമോർക്ക നീ. മുന്നം വിചാരകാലേ ഞാൻ ഭവാനോട് തന്നെ പറഞ്ഞതല്ലേ ഭവിഷ്യത് ഫലം. ഇപ്പോൾ ഉപഗതമായി വന്നത് ഈശ്വരകൽപ്പിതം, ആർക്കും തടുക്കാവതല്ലോ. മാനുഷനല്ല രാമൻ പുരുഷോത്തമൻ, നാനാ ജഗന്മയൻ നാരായണൻ വരൻ. സീതയാകുന്നത് യോഗമായാദേവി ചേതസിനി ധരിച്ചിടുകെന്നിങ്ങനെ നിന്നോട് തന്നെ പറഞ്ഞു തന്നീലയോ മന്നവ. മുന്നമേ അതെന്തതോരാഞ്ഞതും ഞാൻ ഒരു നാൾ വിശാലായാം യഥാസുഖം കാനനാന്തേ നരനാരായണാശ്രമേ വാഴുന്ന നേരത്ത്
നാരദനെ പരിതോഷേണ കണ്ടു നമസ്കരിച്ചിടിനേൻ. ഏതൊരു ദിക്കിൽ നിന്നാഗതനായതെന്ന് ആദരവോടരുൾ ചെയ്തു മഹാമുനി. എന്തൊരു വൃത്താന്തമുള്ളൂ ജഗത്തിങ്കൽ അന്തരം കൂടാതരുൾ ചെയ്യുകയെന്നെല്ലാം ചോദിച്ച നേരത്ത് നാരദൻ എന്നോട് സാദരം ചൊന്നാനുദന്തങ്ങളൊക്കവേ രാവണ പീഡിതന്മാരായി ചമഞ്ഞോരു ദേവകളും മുനിമാരും ഒരുമിച്ചു ദേവദേവീശനാം വിഷ്ണു ഭഗവാനെ സേവിച്ചുണർത്തിച്ചു സങ്കടമൊക്കവേ. ത്രൈലോക്യ കണ്ടകനാകിയ രാവണൻ പൗലസ്ത്യപുത്രൻ അതീവ ദുഷ്ടൻ ഖരൻ ഞങ്ങളെയെല്ലാം ഉപദ്രവിച്ചിടുന്നത് എങ്ങുമിരിക്കരുതാതെ ചമഞ്ഞിതു. മർത്യനാവെന്നിയെ മൃത്യുവില്ലെന്നതും മുക്തം വിരിഞ്ചനാൽ മുന്നമേ കൽപ്പിതം. മർത്യനായി തന്നെ പിറന്നു ഭവാനിനി സത്യധർമ്മങ്ങളെ രക്ഷിക്ക വേണമേ. ഇത്തമുണർത്തിച്ച നേരം മുകുന്ദനും ചിത്തകാരുണ്യം കലർന്നരുളി ചെയ്തു. പൃഥ്വിയിൽ ഞാൻ അയോധ്യായാം ദശരഥപുത്രനായി വന്നു പിറന്നിനി സത്വരം. നക്തഞ്ചരാധിപൻ തന്നെയും നിഗ്രഹിച്ച് അത്തൽ തീർത്തിയിടുവാൻ ഇത്രിലോകത്തിങ്കൽ സത്യസങ്കൽപ്പനാമീശ്വരൻ തന്നെ ശക്തിയോടും കൂടി രാമനായി വന്നതും നിങ്ങളെയെല്ലാം ഒടുക്കുവാനിനി മംഗലം വന്നുകൂടും ജഗത്തിങ്കലും എന്നരുൾ ചെയ്തു മറഞ്ഞു മഹാമുനി. നന്നായി നിരൂപിച്ചു കൊള്ളുക നീ. രാമൻ പരബ്രഹ്മമായ സനാതനൻ കോമളൻ ഇന്ദീവരദള ശ്യാമളൻ മായാ മനുഷ്യവേഷം പൂണ്ട രാമനെ കായേന വാചാ മനസാ ഭജിക്ക നീ. ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘൂത്തമൻ. ഭക്തിയല്ലോ മഹാജ്ഞാനമാതാവിടോ. ഭക്തിയല്ലോ സദാ മോക്ഷപ്രദായിനി. ഭക്തിഹീനന്മാർക്കു കർമ്മവും നിഷ്ഫലം. സംഖ്യയില്ലാതോളമുണ്ട് അവതാരങ്ങൾ പങ്കജനേത്രനാം വിഷ്ണുവിനെങ്കിലും സംഖ്യാവതാമതം ചൊല്ലുവൻ നിന്നുടെ സംഖ്യയെല്ലാം അകലക്കളഞ്ഞിടുവാൻ. രാമാവതാര സമമല്ലാതൊന്നുമേ നാമജപത്തിനാലേ വരും മോക്ഷവും. ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരൻ മാനുഷാകാരനാം രാമനാകുന്നതും താരക ബ്രഹ്മമെന്നത്രേ ചൊല്ലുന്നതും ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ. രാമനെ തന്നെ ഭജിച്ചു വിദ്വജ്ജനം ആമയം നൽകുന്ന സംസാര സങ്കരം ലംഘിച്ചു രാമപാദത്തെയും പ്രാപിച്ചു സങ്കടം തീർത്തുകൊള്ളുന്നിതു സന്തതം. ശുദ്ധതത്വന്മാർ നിരന്തരം രാമനെ ചിത്താംബുജത്തിങ്കൽ നിത്യവും ധ്യാനിച്ചു തച്ചരിത്രങ്ങളും ചൊല്ലി നാമങ്ങളും ഉച്ചരിച്ച് ആത്മനാ കണ്ടുകണ്ട് അച്യുതനോടു സായുജ്യവും പ്രാപിച്ചു നിശ്ചലാനന്ദേ ലയിക്കുന്നിതന്വഹം. മായാവിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ നീയും ഭജിച്ചുകൊള്ളുക ആനന്ദമൂർത്തിയെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. വളരെ സന്തോഷം ചേട്ടത്തി. വളരെ മനോഹരമായി തന്നെ പാരായണം ചെയ്തു. എല്ലാത്തിലും പാരായണത്തിനും അതേപോലെ വ്യാഖ്യാനിക്കുന്നതിലും അതേപോലെ പ്രശ്നോത്തരയിലും എല്ലാം സജീവമായിട്ട് പ്രവർത്തിക്കുന്നൊരു വ്യക്തിത്വത്തിനുടമയാണ് ഉഷേട്ടത്തി. വളരെ സന്തോഷം. ഞാൻ അടുത്തായി വേദിയിലേക്ക് നാരായണിക്കുട്ടി ചേച്ചിയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കുംഭകർണപദം പാരായണം ചെയ്യുവാനായി മ്യൂട്ട് മാറ്റിയിട്ട് പാരായണം ചെയ്തോളൂ. മ്യൂട്ട് മാറ്റിയിട്ടില്ല. നാരായണിക്കുട്ടി ചേച്ചി മ്യൂട്ട് മാറ്റിയിട്ടില്ല. ഇപ്പോൾ ഓക്കെയാണ്. സോദരനേവം പറഞ്ഞതു കേട്ടതീ ക്രോധം മുഴുത്തു ദശാസ്യനും ചൊല്ലിനാൻ. ജ്ഞാനോപദേശം എനിക്ക് ചൊൽവാനല്ല ഞാനിന്നുണർത്തി വരുത്തിയതാസുഖം. നിദ്രയെ സേവിച്ചു കൊള്ളുക നീ എത്രയും ബുദ്ധിമാനെന്നതും ഇന്നറിഞ്ഞേനകം. വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാം ഇനി ഖേദമകന്നു സുഖിച്ചു വാഴുന്ന നാൾ. ആമെങ്കിലാശു ചെന്നായോധനം ചെയ്തു
രാമാദികളെ വധിച്ചു വരീകനി അഗ്രിജൻ വാക്കുകൾ ഇത്തരം കേട്ടള ഉഗ്രനാം കുംഭകർണൻ നടന്നീടിനാൻ. വിഗ്രഹവും കൈവിട്ടു യുദ്ധേ രഘൂത്തമൻ നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്നോർത്തവൻ പ്രാകാരവും കടന്നു തുങ്ക ശൈലരാജാകാരമോടലറിക്കൊണ്ടതിദ്രുതം 1000 ഭാരം ഇരുമ്പു കൊണ്ടുള്ളതന്നായുധമായുള്ള ശൂലവും കൈക്കൊണ്ടു വാനരസേനയിൽ പൊക്കോരു നേരത്തു വാനരവീരരെല്ലാവരും ഓടിനാർ. കുംഭകർണൻ തൻ വരവ് കണ്ടാലുലാൽ സംഭ്രമം പൂണ്ടു വിഭീഷണൻ തന്നോടു വമ്പുള്ള രാക്ഷസനേവനിവൻ ഗംഭരത്തോളം ഉയരമുണ്ടത്ഭുതം. ഇത്തൻ രഘുത്തമൻ ചോദിച്ചളവതിനുത്തരമാശു വിഭീഷണൻ ചൊല്ലിനാൻ. രാവണ സോദരൻ കുംഭകർണൻ മമ പൂർവജനത്രയും ശക്തിമാൻ ബുദ്ധിമാൻ ദേവകുലാന്തകൻ നിദ്രാവശനിവൻ ആവതില്ലാർക്കും വേറ്റാൽ ജയിച്ചിടുവാൻ. തച്ചരിത്രങ്ങളെല്ലാം അറിയിച്ചു ചെന്നിച്ചയാ പൂർവജൻ കാൽക്ക വീണിടിനാൻ. ഭ്രാതാ വിഭീഷണൻ ഞാൻ ഭവൻ ഭക്തിമാൻ പ്രീതി കൊണ്ടെന്നെ അനുഗ്രഹിക്കണമേ. സീതയെ നൽകുക രാഘവൻ എന്നു ഞാൻ ആദരപൂർവം ആവോളം അപേക്ഷിച്ചേൻ. ഖഡ്ഗവും കൈക്കൊണ്ടു നിഗ്രഹിച്ചിടുവാൻ ഉഗ്രതയോടും അടുത്തതു കണ്ടു ഞാൻ. ഭീതനായി നാലമാത്യന്മാരുമായി പോന്നു സീതാപതിയെ ശരണമായി പ്രാപിച്ചേൻ. ഇത്തം വിഭീഷണ വാക്കുകൾ കേട്ടവൻ ചിത്തം കുളിർത്തു ഉണർന്നാൻ അനുജനെ. പിന്നെ പുറത്തു തലോടി പറഞ്ഞിതു ധന്യനല്ലോ ഭവാനില്ലാകില്ലേതുമേ. ജീവിച്ചിരിക്ക പലകാലമൊഴിയിൽ സേവിച്ചു കൊള്ളുക രാമപാദാംബുജം. നമ്മുടെ വംശത്തെ രക്ഷിപ്പതിന്നു നീ നിർമ്മലൻ ഭാഗവതോത്തമനെത്രയും നാരായണ പ്രിയനെത്രയും നീ എന്നു നാരദൻ തന്നെ പറഞ്ഞു കേട്ടേനഹം. മായാമയമീ പ്രപഞ്ചമെല്ലാം ഇനി പോയാലുമെങ്കിൽ നീ രാമപാദാന്തികെ എന്നതോ കേട്ട അഭിവാദ്യവും ചെയ്തതി ഭിന്നനായ ഭാഷവും വാർത്തു വാങ്ങിയിടിനാൻ. രാമപാർശ്വം പ്രാപ്യ ചിന്താവിവശനായി ശ്രീമാൻ വിഭീഷണൻ നിൽക്കും ദശാന്തരെ. ഹസ്തപാദങ്ങളാൽ മർക്കട വീരരെ ക്രുദ്ധനായൊക്കെ മുടിച്ചു തുടങ്ങിനാൻ. പേടിച്ചുടുത്തു കുടാഞ്ഞു കവികളും ഓടിത്തുടങ്ങിനാർ നാനാദിഗന്ധരെ. മത്തഹസ്തീന്ദ്രനെ പോലെ കവികളെ 100,000 കൊന്നാൻ അരക്ഷണാൻ. മർക്കട രാജൻ അതു കണ്ടൊരു മല കൈക്കൊണ്ടെറിഞ്ഞതു മാറിൽ തടുത്തവൻ. കുത്തിനാൻ ശൂലമെടുത്തതു കൊണ്ടതി വിത്രസ്തനായി വീണു മോഹിച്ചിതർക്കജൻ. അപ്പോൾ അവനെ മൂക്കോടെടുത്തു കൊണ്ടുൽപ്പന്നമോദം നടന്നു നിശാചരൻ. യുദ്ധേ ജയിച്ചു സുഗ്രീവനെയും കൊണ്ടു നക്തഞ്ചരേശ്വരൻ ചെല്ലുന്ന നേരത്തു നാരീജനം മഹത്പ്രാസാദമേറി നിന്നാരൂഢമോദം. പനിനീരുമൊക്കിയ മാല്യങ്ങളും കളഭങ്ങളും തോകിനാൻ ആലസ്യമാശു തീർത്തിടുവാനാദരാൽ. മർക്കടരാജൻ അതേറ്റു മോഹം വടിഞ്ഞു ഇക്കട രോഷേണ മുക്കും ചെവികളും ദണ്ഡനഖങ്ങളെ കൊണ്ടു മുറിച്ചു കൊണ്ടന്തരീക്ഷേ പാഞ്ഞു പോന്നാനധികൃതം. ഭീതിയും ഉൾക്കൊണ്ടു രക്താഭിഷിക്തനായി പിന്നെയും വീണ്ടും വരുന്നതു കണ്ടതി സന്നദ്ധനായാനടുത്തു സുമിത്രാത്മജൻ. പർവ്വതത്തിന്മേൽ മഴ പൊഴിയും വണ്ണം ദുർവാര ബാണഗണം ഒഴിച്ചിടിനാൻ. 100,000 വാനരന്മാരെയും വക്രത്തിലാക്കിയടക്കുമാ അവനുടൻ. കർണനാസാവിലത്തൂടെ പുറപ്പെടും പിന്നെയും വാരി വിഴുങ്ങും അവൻ സദാ. രക്ഷോപരനും അന്നേരം നിരൂപിച്ചു ലക്ഷ്മണൻ തന്നെ ഉപേക്ഷിച്ചു സൽത്തരം. രാഘവൻ തന്നോടടുത്താനതോ കണ്ടു വേഗേന ബാണം പൊഴിച്ചു രഘുത്തമൻ. ദക്ഷിണഹസ്തവും ശൂലവും രാഘവൻ തക്ഷണേ ബാണമെയ്താശു ഖണ്ഡിക്കയാൽ യുദ്ധാങ്കണേ വീണു വാനരവൃന്ദവും നക്തഞ്ചരന്മാരും ഒട്ടു മരിച്ചതു. വാമഹസ്തേ മഹാസാലവും കൈക്കൊണ്ടു രാമനോടേറ്റമടുത്തു നിശാചരൻ. ഇന്ദ്രാസ്ത്രമേതു ഖണ്ഡിച്ചാനതു വീണു ഇന്ദ്രാരികൾ പലരും മരിച്ചിടിനാർ. ബദ്ധകോപത്താൽ അലറിയെടുത്തിതു നക്തഞ്ചരാധിപൻ പിന്നെയും അന്നേരം. അർദ്ധചന്ദ്രാകാരമായ 2 അമ്പു കൊണ്ടു തുങ്കപാദങ്ങളും മുറിച്ചിടിനാൻ. വക്രഭൂമേറ്റം പിളർന്നു വിഴുങ്ങുവാൻ നക്തന്ദ്രേന്ദ്രൻ കുതിച്ചെടുക്കുന്നേരം. പത്രികൾ വായിൽ നിറച്ചു രഘുത്തമൻ
വൃത്രാരി ദൈവതമായി വിളങ്ങിനോ വൃത്രാരി ദൈവതമായി വിളങ്ങിയിടിനോ ശസ്ത്രമെഴുതുത്തമാങ്കത്തെയും ഖണ്ഡിച്ചു വൃത്താരിതാനും തെളിഞ്ഞാലതു നേരം ഉത്തമാംഗം പുരദ്വാരി വീണു മുറിഞ്ഞബ്ദികൾ വീണിതോ ദേഹവും അന്നേരം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. വളരെ സന്തോഷം നാരായണക്കുട്ടി ചേച്ചി. ഞാൻ അടുത്തായി വേദിയിലേക്ക് ഒരു സരിത അഭിലാഷ് കാണുന്നുണ്ട്. ഇതുവരെ പാരായണം ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. താല്പര്യം ഉണ്ടെങ്കിൽ പാരായണം ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത ആളിനോട് കടക്കാം. ശ്രീമതി സരിത അഭിലാഷ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സർ. ഞാൻ പിന്നെ പാരായണം ചെയ്തോളാം. ആയിക്കോട്ടെ. ഞാൻ നാരദസ്തുതി പാരായണം ചെയ്യുവാനായി രാധാമണി ചേച്ചിയെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തു. ജയ്പൂരിലെ രാധാമണി ചേച്ചിയാണോ എന്ന്? അതെ അതെ, അത് ചെയ്തോളൂ. ജയശങ്കര. ജയശങ്കര ജയശങ്കർ. രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ. നാരദസ്തുതി. സിദ്ധഗന്ധർവ വിദ്യാധര ഗുഹ്യക യക്ഷ ഭുജംഗ ഖഗാപ്സരോ വൃന്ദവും കിന്നരാചാരണ കിം പുരുഷന്മാരും പന്നഗതാപസം ദേവ സമൂഹവും പുഷ്പവർഷം ചെയ്തു ഭക്ത്യാ പുകഴ്ത്തിനാർ ചിൽ പുരുഷം പുരുഷോത്തമദ്വയം ദേവമുനീശ്വരൻ നാരദനും തഥാ സേവാർത്ഥമൻപോടവതരിച്ചിടിനാൻ രാമം ദശരഥ നന്ദനമുൽപ്പല ശ്യാമളം കോമളം ബാണധനുർധരം പൂർണ്ണചന്ദ്രാനനം കാരുണ്യപീയൂഷ പൂർണ്ണസമുദ്രം മുകുന്ദം സദാശിവം രാമം ജഗദഭിരാമമാത്മാരാമ ആമോദമാർന്നു പുകഴ്ന്നു തുടങ്ങിനാൻ. സീതാപതേ രാമ രാജേന്ദ്ര രാഘവ ശീതരാശീനിധേ ശ്രീപുരുഷോത്തമ ശ്രീരാമദേവദേവേ നാരായണാഖിലാധാര നമസ്തുതേ. വിശ്വസാക്ഷിൻ പരമാത്മൻ സനാതന വിശ്വമൂർത്തേ പരബ്രഹ്മമേ ദൈവമേ ദുഃഖസുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ടുമായ മാനുഷാകാരനായി ശുദ്ധതത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി സത്വങ്ങളുള്ളിലെ ദീപസ്വരൂപനായി സത്യപ്രധാന ഗുണപ്രിയനായി സദാ വ്യക്തനായി അവ്യക്തനായി അതിസ്വസ്ഥനായി നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ നിർഗുണനായി നിഗമാന്തവാക്യാർത്ഥമായി ചെൽഖനാത്മാവായി ശിവനായി നിരീഹനായി ശശ്മൂരന്മീലനകാരത്വ സൃഷ്ടിയും ശശ്മൂർനിമീലനം കൊണ്ടു സംഹാരവും രക്ഷയും നാനാവിധാപതരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു നിത്യം പുരുഷ പ്രകൃതി കാലാഖ്യനായി ഭക്തിപ്രിയനാം പരമാത്മനെ നമഃ. യാതൊരാത്മാവിനെ കാണുന്നതെപ്പോഴും ചേതസി താമസേന്ദ്രന്മാർ നിരാശയാ തൽസ്വരൂപത്തിനായി കൊണ്ടു നമസ്കാരം ചിൽസ്വരൂപ പ്രഭോ നിത്യം നമസ്തുതേ. നിർവികാരം വിശുദ്ധ ജ്ഞാനരൂപിണം സർവലോകാധാരമാദ്യം നമോ നമ. തൊൽപ്രസാദം കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാൽ തൊൽബോധമുണ്ടായി വരികയുമില്ലല്ലോ. തൊൽപാദ പത്മങ്ങൾ കണ്ടു സേവിപ്പതിനിപ്പോൾ എനിക്ക് അവകാശമുണ്ടായതും ചിൽപുരുഷ പ്രഭോ നിൻ കൃപാവൈഭവം എപ്പോഴും എന്നുള്ളിൽ വാഴുക ജഗൽപതേ. കോപകാമദ്വേഷ മത്സര കാർപ്പണ്യ ലോഭമോഹാദി ശത്രുക്കളുണ്ടാകയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിൻ മായാബലവശാൽ തൊൽക്കഥാപീയൂഷപാനവും ചെയ്തുകൊണ്ടുൾക്കാമ്പിൽ നിന്നെയും ധ്യാനിച്ച നാരദം തൊൽപൂജയും ചെയ്തു നാമങ്ങൾ ഉച്ചരിച്ച് പ്രപഞ്ചത്തിങ്കളൊക്കെ നിരന്തരം നിൻ ചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കണമേ. രാജരാജേന്ദ്ര രഘുകുല നായക രാജീവലോചന രാമാരഭാപതേ പാതിയും പോയതു ഭൂപാരമെന്നു നീ ബാധിച്ച കുംഭകർണൻ തന്നെ കൊൽകയാൽ ഭോഗീന്ദ്രനാകിയ സൗമിത്രിയും നാളെ മേഘനിനാഥനെ കൊല്ലും ആയോധനെ പിന്നെ മറ്റന്നാൾ ദശഗ്രീവനെ ഭവാൻ കൊന്നു ജഗത്രയം രക്ഷിച്ചു കൊള്ളുക.
ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു മാനവ വീര ജയിക്ക ജയിക്ക നീ. ഇത്തം പറഞ്ഞു വണങ്ങി സ്തുതിച്ച് ഭക്തിമാനാകിയ നാരദനും തഥാ രാഘവനോടനുവാദവും കൈക്കൊണ്ടു വേഗേന പോയി മറഞ്ഞിടിനാൻ അന്നേരം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. വളരെ സന്തോഷം രാധ ചേച്ചി. ഇന്ന് പാരായണം ചെയ്യേണ്ട ഭാഗം ഇവിടെ വരെയാണ്, അതുകൊണ്ടാണ് ഇന്റർഫെയർ ചെയ്തത്. നാളെ അതികായവധം തുടരുന്നതാണ്. എല്ലാവരും വളരെ മനോഹരമായി തന്നെ പാരായണം ചെയ്തു. ഞാൻ ഇന്ന് പാരായണം ചെയ്ത ഭാഗത്തിന്റെ വ്യാഖ്യാനത്തിനായി കുശേഷ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളു. ജയശങ്കര. നമസ്തേ ജയശങ്കര. എൻ്റെ കയ്യില് രാമായണം പുസ്തകമില്ല. ഞാന് ടാബിൽ നോക്കിയ, അതുകൊണ്ട് അതിനകത്തിലൊക്കെ അക്ഷരത്തെറ്റുകളും ഒക്കെയാ. പിന്നെ അങ്ങ് വായിച്ചു പോകുന്നേ ഉള്ളൂ. ഉഷചേച്ചി എന്തോ? ഉഷചേച്ചി വായിക്കുന്നത് കേട്ടാ പിന്നെ അർത്ഥം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. സന്തോഷം. ഒട്ടും തെറ്റില്ലായിരുന്നു വായിച്ചത്. ഒരു വരി ഒരു അക്ഷരത്തിന്റെ ഒരു തെറ്റോ എല്ലാം എന്തോ മീനിങ് എല്ലാം അറിയാം. നമ്മളെ പുസ്തകം നോക്കി വായിക്കുമ്പോ നമുക്കൊരു തൃപ്തിയുണ്ട്. ഞാന് ലണ്ടനിലാ താമസിക്കുന്നത്. അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ ഈ പുസ്തകം എല്ലാം കൂടെ കൊണ്ടുവരാൻ ഒക്കാത്തതുകൊണ്ട് ഇവിടെ വന്ന് ടാബിനകത്ത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് എടുത്തിരിക്കുക. അപ്പൊ അത് അക്ഷരത്തെറ്റുകളും ഒക്കെ ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം. നമുക്ക് രാമായണ വിചാരത്തിലേക്ക് പോകാം. ഇപ്പം പ്രധാനമന്ത്രി പ്രഹസ്തനായിരുന്നു കഴിഞ്ഞ ദിവസം. ഇന്നലെ യുദ്ധത്തിന് പോയി ഭഗവാന്റെ അസ്ത്രമേറ്റ് നീലൻ ആണ് പ്രഹസ്തനെ വധിക്കുന്നത്. അങ്ങനെ പ്രധാനമന്ത്രി ഉൾപ്പെടെ എല്ലാ സേനാധിപന്മാരും പ്രധാനപ്പെട്ട എല്ലാ രാക്ഷസന്മാരും മരിച്ചു കഴിഞ്ഞു. ഇനി യുദ്ധം നയിക്കാൻ ഒരാളില്ല. എന്നാ പിന്നെ ഇനി ആരാണ് പോകുന്നത്? എന്നാ പിന്നെ ഞാൻ തന്നെ പോയേക്കാം. കാരണം ഇനി ഞാനും കുംഭാർണനുമേ ഉള്ളൂ. കുംഭാർണനാണെങ്കിലോ ഉറങ്ങാൻ തുടങ്ങിയിരിക്കുന്നതേ ഉള്ളൂ. വിശദമായിട്ട് നേരത്തെ ഉപദേശമൊക്കെ കൊടുത്തു. സീതയെ കൊണ്ടുപോയി രാമന്റെ മുമ്പിൽ കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് രാക്ഷസ വംശത്തിനാകെ അത് ദോഷമായി തീരുമെന്നൊക്കെ പറഞ്ഞ് ഉപദേശമൊക്കെ കൊടുത്തിട്ട് ഉറങ്ങാൻ പോയതാ. അപ്പൊ പിന്നെ വേറൊരാളില്ല, ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ പിന്നെ ഞാൻ തന്നെ പോകാം എന്ന് പറഞ്ഞ് രാവണൻ പടപ്പുറപ്പാടിന് ഇറങ്ങുന്നതോടുകൂടിയാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്യുന്നത്. അപ്പൊ പറയുന്നുണ്ട്, സ്വർണ്ണത്തേര് കൊണ്ടുവരുന്നു, ആലവട്ടങ്ങള്, വെഞ്ചാമരങ്ങള്, ആവശ്യം പോലെ എന്താണ് 1000 കുതിരകളെ പൂട്ടിയ വായുവേഗത്തിൽ പോകുന്ന തേരാണ് കൊണ്ടുവരുന്നത്. ഇങ്ങനെ മുത്തുക്കുടകള്, അങ്ങനെ ഭയങ്കര ആഘോഷം പോലാ. എന്തായാലും ത്രിലോകാധിപതിയാണല്ലോ പോകുന്നത്. അപ്പൊ പിന്നെ അതിന്റെ അനുസരിച്ച് യുദ്ധത്തിനാണെങ്കിലും അങ്ങനെ പോണമല്ലോ. ആ രീതിയിൽ പോവുകയാണ് രാവണൻ. അപ്പൊ കാണുമ്പം പറയുന്നത് മേരു ശിഖരങ്ങളൊക്കെ തലയിൽ ഇങ്ങനെ 10 തലയിലും കിരീടം വെച്ചിരിക്കുന്നത് കണ്ടിട്ടത് മേരു ശിഖരങ്ങളാണെന്ന് തോന്നും. ഒരു നീല അചലം ഇങ്ങനെ പോവുകയാണോ എന്ന് തോന്നും. അത്രയ്ക്ക് ഒരു സർവാഭരണ വിഭൂഷിതനായി പിന്നെ അസ്ത്രങ്ങളും ഒക്കെ ധരിച്ച് ഒക്കെ പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. മക്കളുണ്ട്, മന്ത്രിമാരുണ്ട്, അങ്ങനെ സർവ്വ സൈന്യത്തോടു കൂടിയും വലിയൊരു മല വരുന്നത് പോലെ രാവണൻ അങ്ങനെ പോകുമ്പോൾ രാവണൻ പറയുന്നുണ്ട്, അങ്ങനെ ശ്രീരാമനെ കാണുന്ന ആ ഭാഗത്തെത്തുമ്പം പറയുന്നുണ്ട്, നമ്മളെല്ലാരും കൂടി, ഇതൊക്കെ ഒരു രാജതന്ത്രമാണ് ശരിക്കും. നമ്മളൊക്കെ ഇത് പഠിച്ചിരിക്കണം. നമ്മളൊരു വീടിന് വെളിയിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എല്ലാവരും കൂടെ റോഡിലൊരു ബഹളം കേൾക്കുമ്പോൾ എല്ലാരും കൂടെ ഓടി റോഡിലോട്ട് ഇറങ്ങുന്ന സമയത്തായിരിക്കും വീട് തുറന്നിട്ടിരിക്കുന്ന കള്ളം കയറുന്നത്. ഇതുപോലാ ഇവിടെ. എല്ലാരും കൂടെ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്തു പറ്റും? ഗോപുരദ്വാരത്തിൽ കാവലില്ലാത്തത് കൊണ്ട് ഈ കവീവരന്മാരോ ആരെങ്കിലുമോ ചാടി അകത്ത് കയറാം, ശത്രുക്കള്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്ത്, ഇവരെ രാമനും ലക്ഷ്മണനും ഒക്കെ മനുഷ്യരല്ലയോ, പിന്നെ സുഗ്രീവൻ ഒരു കുരങ്ങൻ, ഹനുമാനും ഒരു കുരങ്ങൻ, ഇവരെയൊക്കെ നിഗ്രഹിക്കാൻ ഞാൻ ധാരാളം മതി. കാരണം എന്റെ വീരപരാക്രമങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അപ്പൊ ഞാൻ തന്നെ പോയി ഇവരെയൊക്കെ നിഗ്രഹിച്ചോളാം. നിങ്ങളൊരു കാര്യം ചെയ്താ ഗോപുരദ്വാരത്തിൽ കുറച്ചു പേര് പോയി അകത്തോട്ട് ശത്രുക്കൾ ആരും കയറാതെ നോക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ കുറെ പേരെ അങ്ങ് വിട്ടു. പിന്നെ ബാക്കി എല്ലാവരും കൂടെ യുദ്ധത്തിന് പോകുന്നു. അങ്ങനെ യുദ്ധത്തിന് വരുന്നത് ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ ഭഗവാൻ ചോദിക്കുന്നുണ്ട്, ഇതാരൊക്കെയാ? കാരണം വിഭീഷണനല്ലേ അറിയാവൂ, ശ്രീരാമൻ ഇവരെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് ചോദിക്കുന്നത് ആരൊക്കെയാ വരുന്നതെന്ന് ചോദിക്കുമ്പോ ശ്രീരാമനോട് പറയുകയാണ്. വിഭീഷണൻ പറയുന്നു, ആ വരുന്ന ആൾക്കാരുടെ കഥകളൊക്കെ പറയുകയാണ്, ആരൊക്കെയാണ് വരുന്നതെന്നുള്ളത്. ഞാൻ ഇനി അത് പ്രത്യേകിച്ച് പറയണമെന്നില്ലല്ലോ, ഇതിനകത്തിലെല്ലാം
രാവണൻ തൻ മകൻ മറ്റേതങ്ങ് എന്ന് പറഞ്ഞ് വരുന്നവരുടെ വിവരങ്ങളെല്ലാം പറയുകയാണ്. ഇന്ദ്രജിത്ത് ഇവിടെ 1800 ലൈൻ മുതല് നമ്മൾ അങ്ങോട്ട് ആരൊക്കെയാണ് യുദ്ധത്തിന് വരുന്നത്, രാമനോട് യുദ്ധത്തിന് വരുന്നതെന്നുള്ളത് പിന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. ഓരോരുത്തരുടെയും വീരബലങ്ങളും ഒക്കെ ചേർത്ത് രാവണനുണ്ട്, രാവണന്റെ മകൻ ഇന്ദ്രജിത്തുണ്ട്, രാവണന്റെ മറ്റൊരു മകൻ അതികായനുണ്ട്, രാവണന്റെ മറ്റൊരു മകൻ ത്രിശിരസുണ്ട്, പിന്നെ മഹാബലവാന്മാരായ ഇന്ന 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 അസുരന്മാരുണ്ട് എന്ന് പറഞ്ഞ് രാമന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു വിഭീഷണൻ. അപ്പോഴാണ് ഭഗവാൻ പറയുന്നു, ഈ ദേശമുഖനെ കൊന്ന് എന്റെ കോപത്തെ കളയുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അതുകൊണ്ട് ഞാനിപ്പോ ഇത് തന്നെ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ് യുദ്ധം ചെയ്യാനായിട്ട് തീരുമാനിക്കുമ്പോൾ ലക്ഷ്മണൻ വന്ന് പറയുന്നു, ജ്യേഷ്ഠ ഞാൻ യുദ്ധത്തിന് പോവട്ടെ എന്ന് പറയുമ്പോ രാവണനോട് യുദ്ധത്തിന് പോകുന്നതൊക്കെ കൊള്ളാം. ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്, രാവണൻ നിശാചരനാണ്, മായാവിയാണ്, മായാജാലങ്ങൾ പലതും കാണിക്കും, അതുകൊണ്ട് സൂക്ഷിച്ചു നിൽക്കണം. പിന്നോ മഹാദേവന്റെ ഭക്തനാണ്, അപ്പം ഭഗവാൻ പരമശിവന്റെ അനുഗ്രഹമുള്ളവനാണ്, അതുകൊണ്ട് സൂക്ഷിച്ചു നിൽക്കണം. പിന്നെ ചന്ദ്രഹാസം എന്ന വാള് മഹാദേവൻ കൊടുത്തതായ വാളും ശക്തിയായി അവന്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം രാവണനോട് യുദ്ധത്തിന് പോകാൻ എന്ന് പറഞ്ഞ് ഭഗവാൻ ലക്ഷ്മണനെ അനുഗ്രഹിച്ച് വിടുന്നുണ്ട്. ആ സമയത്ത് മാരുതി ഒറ്റച്ചാട്ടത്തിന് രാവണന്റെ തേരിലേക്ക് ചാടിക്കയറുകയാണ്. ചാടിക്കയറി ഒറ്റ അടി കൊടുക്കുന്നു രാവണന്. അപ്പൊ രാവണന് ശരിക്കും തല മന്ദിച്ചു പോയി മരുതിയുടെ ഒറ്റ അടി കൊണ്ടപ്പോ. പക്ഷെ അന്നേരം വിചാരിക്കുന്നു, ഒരു വാനരന് ഒരടി അടിച്ചിട്ട് ഞാൻ എതിർക്കാതിരുന്നാൽ അത് എനിക്കും എല്ലാവർക്കും നാണക്കേട് തന്നെയാണല്ലോ എന്ന് വിചാരിച്ച് ശക്തി സംഭരിച്ച് തിരിച്ചു മാരുതിയെ കൊടുക്കുന്നു ഒരടി. ഈ സമയത്ത് പറയുന്നുണ്ട്, വിക്രമമേറിയ നിന്നുടെ പുത്രനാം അക്ഷകുമാരനെ കൊന്നത് ഞാനടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാ ഒരടി അങ്ങോട്ട് കൊടുക്കുന്നത്. അപ്പൊ രാവണൻ എന്ത് ചെയ്യും? പാവകാസ്ത്രം കൊണ്ട് പാവകപുത്രനെ രാവണൻ എയ്തു. ഒരു പാവകാസ്ത്രം എടുത്ത് ഹനുമാൻ സ്വാമിയുടെ നേർക്ക് എയ്തു. ആ പാവകാസ്ത്രം കൊണ്ട് ഹനുമാൻ സ്വാമി താഴെ വീഴുകയാണ്. ആ സമയത്ത് ലക്ഷ്മണൻ യുദ്ധത്തിന് വരുന്നു. ധാരാളം അങ്ങനെ വളരെ ഘോരമായ ഒരു യുദ്ധം അവർ തമ്മിൽ നടക്കുമ്പോൾ യാതൊരു രക്ഷയുമില്ലെന്ന് കണ്ടപ്പം അസുരശില്പിയായ മയൻ കൊടുത്ത ഒരു വേലെടുത്ത് ഈ സൗമിത്രിയുടെ നേർക്ക് പ്രയോഗിക്കുകയാണ് രാവണൻ. അപ്പൊ എന്ത് പറ്റി? സൗമിത്രി ബോധം കെട്ട് മോഹാലസ്യപ്പെട്ട് ആടലായി വീണു പോകുമ്പം ദശാസ്യൻ വിചാരിച്ചോ, ഇവൻ ലക്ഷ്മണനെ എനിക്ക് തകർക്കാൻ പറ്റിയല്ലോ, എന്നാ ഇവനെ എടുത്തുകൊണ്ട് അങ്ങ് ലങ്കയിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ആ ബാലനായ ആ ലക്ഷ്മണനെ എടുക്കാൻ നോക്കിയിട്ട് കൈലാസ ശൈലം എടുത്ത് അമ്മാനമാടിയ രാവണനെ ആ ബാലനെ എടുക്കാൻ പറ്റിയില്ല, ആ ലക്ഷ്മണനെ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ അത് കണ്ടപ്പോഴത്തേക്ക് ഈ പെട്ടെന്ന് മാരുതി എന്ത് ചെയ്തു? പെട്ടെന്ന് ചാടിച്ചെന്ന് ലക്ഷ്മണനെ കോരി എടുത്തുകൊണ്ട് ശ്രീരാമ സമക്ഷത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടെ ചെന്ന് പറയുന്നു, ഇനിയും എന്റെ കണ്ഠത്തിലേറി അവിടുന്ന് യുദ്ധത്തിന് പുറപ്പെടുക. അങ്ങനെ മാരുതിയുടെ കണ്ഠത്തിലേറിക്കൊണ്ട് ശ്രീരാമൻ രാവണനോട് യുദ്ധത്തിന് ചെല്ലുന്നു. അങ്ങനെ യുദ്ധം, അതിഭയങ്കരമായ ഒരു യുദ്ധമാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ രക്ഷോവരനുടെ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കി പ്രയോഗിച്ചാൻ അതിദ്രുതം. ഒരു അമ്പ് കൊടുക്കുമ്പോൾ തന്നെ അതുകൊണ്ട് പല അസ്ത്രങ്ങൾ പ്രയോഗിക്കുന്നുണ്ട്. ഒരമ്പിനാൽ ആലസ്യപ്പെട്ട് രാവണൻ താഴെ വീഴുകയാണ് ആ രഥത്തിലേക്ക്. അപ്പോഴോ ആ സമയം കൊണ്ട് തന്നെ രാമൻ എന്ത് ചെയ്യുന്നു? തേരും കൊടിയും കുടയും കുതിരയും ചാരു കിരീടങ്ങളും സാരഥി തന്നെയും കൊന്നുകളഞ്ഞു. അങ്ങനെ ആയുധങ്ങളൊന്നുമില്ല കയ്യില്, തേര് തവിടുപൊടിയായി, സാരഥിയില്ല, ഒന്നുമില്ല, കുതിരകളില്ല, ആലവട്ടവും മെഞ്ചാമരവുമില്ല, തലയിൽ വെച്ചിരുന്ന കിരീടങ്ങളും ഒന്നുമില്ല. നിരായുധനായി താഴെ എത്തുകയാണ് രാവണൻ. ഈ സമയത്ത് വേണമെങ്കിൽ രാമന് ഒരമ്പൂടെ കൊടുക്കാമെങ്കിൽ അവിടെ വെച്ച് തന്നെ രാവണനെ തീർക്കാമായിരുന്നു. പക്ഷേ രാജധർമ്മമല്ല, നിരായുധനായവനെ ആക്രമിക്കുക എന്നുള്ളത് രാജധർമ്മമല്ലാത്തത് കൊണ്ട്
രാമൻ പറയുന്നു തിരിച്ച് നീ പൊക്കോ, നീ പോയി ഇന്ന് വിശ്രമിച്ചിട്ട് നാളെ പുതിയ തേരും കുതിരകളെയും സാരഥിയെയും ആയുധങ്ങളും ഒക്കെ ആയിട്ട് നീ നാളെ വന്നു, ഇന്നിതാ നീ പൊക്കോ എന്ന് പറയുന്നു. അങ്ങനെ പോകുമ്പോഴേ ഈ രാവണൻ എങ്ങനെ രാജധർമ്മം ഒന്നും പാലിക്കുന്ന ആളല്ല. അതുകൊണ്ട് ഇങ്ങനെ പോകുന്ന പോക്കിൽ പുറകീന്ന് അമ്പ ഇതെന്നെ ഇവൻ കൊല്ലുമോ എന്ന് ഭയന്നുകൊണ്ട് തിരിഞ്ഞു തിരിഞ്ഞു നോക്കിക്കൊണ്ട വേപതുഗാത്രനായി മന്ദിരം പ്രാപിച്ചത് എങ്ങനാ? രാഘവാസ്ത്രം തുടർന്നുണ്ടെന്ന് ആകുലം പൂണ്ട് തിരിഞ്ഞു തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് രാവണൻ ലങ്കയിലേക്ക് തിരിച്ചു പോകുന്നത്. അടുത്തത് കുംഭകർണനെ ഉണർത്തുന്നതാണ്. അപ്പൊ ഇനിയിപ്പം രാവണനും രക്ഷയില്ല. ഇനി ആകെ ഉള്ളത് അവിടെ ശക്തിമാൻ എന്ന് പറയുന്നത് കുംഭകർണൻ മാത്രമേ ഉള്ളൂ. ഇനി അത് കുംഭകർണനെ ഉറക്കം തുടങ്ങിയിട്ട് 9 ദിവസമേ ആയിട്ടുള്ളൂ. എങ്ങനെങ്കിലും ഉണർത്തിയില്ലെങ്കിൽ ഇപ്പൊ രാവണന്റെ ആ ശക്തിയൊക്കെ മാനസികമായിട്ട് തകർന്നുപോയി. ഇങ്ങനെ ഇന്നേ വരെ ഒരു യുദ്ധത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ഒരു മനുഷ്യൻ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ. അപ്പം കുംഭകർണനെ വിളിച്ചുണർത്താം, എങ്ങനെ ഏത് വിധമെങ്കിലും നമ്മൾ കാണുന്നുണ്ട് എങ്ങനെയൊക്കെയാ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നതെന്ന്. അതുകൊണ്ട് നമ്മൾ അത്രയും പറയുന്നില്ല. അങ്ങനെ കുംഭകർണനെ വിളിച്ചുണർത്താമെന്ന് തീരുമാനിക്കുന്നു. കുംഭകർണനെ പലവിധ മാർഗത്തിൽ കൂടെ എങ്ങനെങ്കിലും ഉണർത്തുന്നു. ഉണർന്നെഴുന്നേറ്റ് വന്ന് കോപം പൂണ്ടിരിക്കാതിരിക്കാൻ വേണ്ടി എന്തുവാ കൊടുക്കുന്നേ? മദ്യം, രക്തം, മല പോലെ ഭക്ഷണം, ഇതൊക്കെ കൊണ്ട് കൊടുക്കുകയാണ്. അപ്പം അതിനു മുമ്പുണ്ട് ഇവിടെ ഒരു കാര്യം വിട്ടുപോയി. രാവണൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഒരുപാട് പേരുടെ ശാപം പിടിച്ചു വാങ്ങിയ ഒരാളാ ഈ രാവണൻ. അതിങ്ങനെ പറയുന്നുണ്ട് ആരുടെയൊക്കെയാ ശാപം പിടിച്ചു വാങ്ങുന്നതെന്ന്. അനാരണ്യൻ, അത് ഇങ്ങനെ ആ ലൈനൊന്ന് നോക്കിയേ കാണാം. അത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമായോണ്ട് ഞാൻ തിരക്കാണെങ്കിലും പറയുക. ഒരു 1965 മുതൽ നോക്കിയാൽ അറിയാം. അനാരണ്യഭൂപൻ, വേദവതി, നന്ദികേശൻ, രംഭ, നളകൂബരൻ, ജംഭാരി, നിലിംബന്മാർ തുടങ്ങിയ നിലിംബന്മാര്, കുംഭോത്ഭവാദികളായ മുനികള്, പാർവതീദേവി, ഇവരുടെയൊക്കെ പിന്നെ പതിവ്രതകളായ ഒരുപാട് സതീദേവിമാര്, ഇവരുടെയൊക്കെ ശാപവശസ്സുകൾ ഇന്നിപ്പോ എനിക്ക് സത്യമായി വരുവാണെന്ന് എനിക്ക് തോന്നുന്നു. ആ കഥ പറയുകയാണെങ്കിൽ ഇതിനൊക്കെ ഓരോ കഥകളാ, ചുരുക്കി പറയാം. അനാരണ്യഭൂപൻ, ആ കഥ പറഞ്ഞാല് പെട്ടെന്ന് പറയാം. അനാരണ്യഭൂപൻ എന്ന് പറയുന്ന രാജാവ്, അനാരണ്യൻ എന്ന് പറയുന്ന രാജാവ് അയോധ്യയിലെ ഒരു രാജാവായിരുന്നു. അക്കാലത്ത് ഈ അയോധ്യ രാജ്യത്തെ ആക്രമിച്ചുകൊണ്ട് ഈ രാവണൻ ഇങ്ങനെ പോവുകയാണ്. ഇങ്ങനെ ആക്രമിച്ച് എന്നിട്ട് ഈ അനാരണ്യനെ വെറുതെ ഒരു കാര്യവുമില്ലാതെ കൊല്ലുകയാണ്. ഈ കൊല്ലുന്നപ്പം മനസ്സില് അതിശക്തിവാനോട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അശരണരായിട്ടുള്ളവര് മനസ്സുകൊണ്ട് പ്രാഗി പോവുകയല്ലേ എന്ന് പറയുകയല്ലേ. ഇവനോട് ബലം കൊണ്ട് നിൽക്കാൻ പറ്റാത്തില്ല. അപ്പൊ പറയുന്നു, അവസാന സമയം അനാരണ്യൻ ഇങ്ങനെ ശപിക്കുന്നു, അയോധ്യയിലെ ഒരു രാജാവ് കാരണം നിനക്ക് മരണം ഉണ്ടാകും എന്നങ്ങ് ശപിക്കുന്നു. അതാ അനാരണ്യന്റെ ശാപം. അതുപോലെ വേദവതി, വേദവതി എന്ന് പറയുന്നത് ദേവഗുരുവായ ബൃഹസ്പതിയുടെ കൊച്ചുമകളാണ്. ബൃഹസ്പതിയുടെ പുത്രൻ കുശധ്വജന്റെ മകളാണ് വേദവതി. വേദവതി ഇങ്ങനെ ഭഗവാനെ തന്നെ ഭർത്താവായി ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഇങ്ങനെ തപസ് ചെയ്യുന്ന സമയത്ത് ഇത്രയും സുന്ദരിയായ ഈ വേദവതിയെ കണ്ടിട്ട് പോയി ഈ രാവണൻ പ്രാപിക്കാൻ ചെല്ലുകയാണ്. അപ്പൊ അവളെ ഉപദ്രവിച്ചു എന്നുള്ളതുകൊണ്ട് അവൾ ആത്മഹത്യ ചെയ്യും. ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പേ വേദവതി പറയുകയാണ്, ഇവനെ സ്ത്രീ ശാപം ഉണ്ടാകുക, ആ വേദവതിയുടെ ശാപം, ഈ ഒരു സ്ത്രീ കാരണം നിനക്ക് മരണം ഉണ്ടാവും എന്ന് ശപിച്ചിട്ട്, നീ എന്റെ സ്ത്രീത്വത്തെ അപമാനിച്ച നിനക്ക് ഒരു സ്ത്രീ കാരണം മരണം ഉണ്ടാവട്ടെ എന്ന് വേദവതി ശപിക്കുന്നു. ഇനിയുള്ളത് നന്ദികേശൻ, കൈലാസ ശൈലം ഇളക്കി അമ്മാനമാടിയപ്പോൾ നന്ദികേശന്റെ ശാപം കിട്ടി. പിന്നെ രംഭ വൈശ്രവണന്റെ മകനായ കുബേരൻ, അതായത് രാവണന്റെ സഹോദരൻ തന്നെ, അച്ഛന്റെ മകൻ തന്നെ, കുബേരന്റെ മകനാണ് നളകൂബരന്മാര്. നളകൂബരന്മാരുടെ ഭാര്യയാണ് രംഭ. ആ രംഭയെ ഇതുപോലെ വൈശ്രവണൻ ഇങ്ങനെ ആകാശമാർഗെ പോകുമ്പോ സുന്ദരിയായ ഒരു സ്ത്രീയെ കാണുകയും ഉടനെ തന്നെ അവിടെ ഇറങ്ങി രംഭയെ ഉപദ്രവിച്ചു. ആ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ അവള് ചെന്ന് നളകൂബരനോട് എന്നെ രാവണൻ ഇങ്ങനെ ഉപദ്രവിച്ചു എന്നുള്ള സത്യാവസ്ഥ പറയുന്നു. അങ്ങനെ പറയുമ്പോൾ നളകൂബരൻ അവനെ ശപിക്കുന്നു, നീ സ്ത്രീ കാരണം നിനക്ക് നാശമുണ്ടാവട്ടെ എന്ന്. അതുപോലെ രംഭ ശപിക്കുന്നുണ്ട്, ഏതെങ്കിലും സ്ത്രീയെ അവളുടെ സമ്മതമില്ലാതെ നീ അവളെ സ്പർശിച്ചാൽ
ദുരുദ്ദേശത്തോടു കൂടി സ്പർശിച്ചാൽ നിന്റെ തല 7 പൊട്ടിത്തെറിക്കട്ടെ എന്ന് ഈ രംഭയും ശപിച്ചു. അതുകൊണ്ടാണ് ഈ സീതയെ കൊണ്ടുവച്ചിട്ട് ഉപദ്രവിക്കാതിരിക്കുന്നതെന്നും നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. പിന്നെ ബാക്കി മുനി ശ്രേഷ്ഠന്മാരും എല്ലാരും ശപിക്കുമല്ലോ. പിന്നെ പാർവതീദേവി ശപിക്കുന്ന കഥ നമുക്ക് അറിയാവുന്നതാ. ഈ ഒരിക്കലെ രാവണൻ കൈലാസശൈലം ഇടയ്ക്ക് അത് കഥ അറിയാമല്ലോ. അമ്മാനമാടി അവസാനം മഹാദേവൻ തന്നെ അവന് ഒരു ശിവവിഗ്രഹം രാവണന് കൊടുക്കുന്നു. ആ ശിവവിഗ്രഹവും കൊണ്ട് രാവണൻ തിരിച്ച് ലങ്കയിലേക്ക് പോകുമ്പോ സന്ധ്യാവന്തനത്തിനുള്ള സമയമായതുകൊണ്ട് ഈ വിഗ്രഹം എവിടെങ്കിലും വെക്കണമല്ലോ, ശിവലിംഗം. എന്തു ചെയ്യും എന്നറിയാൻ വയ്യാതെ നോക്കിയപ്പോ ഒരു ബാലൻ അതുവഴി വരുന്നു. ശരിക്കും അത് ഗണപതി ഭഗവാനായിരുന്നു. അപ്പം നമ്മളെ പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ പോയപ്പോ നമ്മൾ ആ ഉച്ചിപ്പിള്ളയാർ എന്ന് പറയുന്ന ഗണപതി ഭഗവാന്റെ ഈ സംഭവം നടക്കുന്ന സ്ഥലത്തും ആ ക്ഷേത്രത്തിൽ നമ്മൾ പോയി തൊഴുതായിരുന്നു. അപ്പം ഈ ഗണപതി ഭഗവാനെ അവിടെ കാണുകയും ഈ ബാലനോട് പറയുന്നു, ഗണപതിയാണെന്നും രാവണൻ അറിഞ്ഞുകൂടാ, ഗണപതിയോട് പറയുന്നു ഈ ശിവലിംഗം ഒന്ന് പിടിച്ചോണം, ഞാൻ സന്ധ്യാവന്തനം കഴിഞ്ഞിട്ട് വന്ന് എടുത്തോളാം. അവിടുന്ന് മഹാദേവൻ പറഞ്ഞിരുന്നു, എവിടെങ്കിലും ഈ ശിവലിംഗം താഴെ വെച്ചാൽ പിന്നെ നിനക്കത് ലങ്കയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുകയില്ല, ഇവിടുന്ന് കൊണ്ടുപോയാൽ നേരെ ലങ്കയിലെ താഴെ വെക്കാവെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ബാലൻ പറഞ്ഞു, ഓക്കെ ഞാൻ പിടിച്ചോളാം, സന്ധ്യാവന്തനത്തിന് വെക്കോളാൻ പറഞ്ഞു. സന്ധ്യാവന്തനം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഗണപതി എന്ത് ചെയ്തു, ശിവലിംഗം താഴെ വെച്ചേച്ച് അപ്രത്യക്ഷമായി. അപ്പൊ അത് കണ്ട് ഈ രാവണൻ ബാലനെ പിടിച്ച് തലയ്ക്ക് കിഴുക്കി എന്നാ പറയുന്നത്. ആ കിഴുക്ക് കൊണ്ട് ഗണപതിയാണ് അത്രയും മലയുടെ മുകളിൽ പോയി ഓടിപ്പോയത്. അവിടെ പുറകെ ചെന്ന് രാവണൻ ഉപദ്രവിച്ചു. തന്റെ മകനായ ഗണപതിയെ ഉപദ്രവിച്ചപ്പം പാർവതീദേവിയും ശപിച്ചു. ഇങ്ങനെ എത്രയോ പേരുടെ ശാപം എനിക്ക് കിട്ടിയിരിക്കുന്നു, ഈ ശാപമെല്ലാം ഇന്ന് അനുഭവിക്കാനുള്ള യോഗം എത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കുംഭകർണനെ ഉണർത്താൻ പോകുന്നത്. എന്നിട്ടോ കുന്നുപോലെ ആഹാരവും എല്ലാം കൊടുത്ത് സന്തോഷത്തിനായ ശേഷം കാര്യം പറയുന്നു, ഭൃത്യജനങ്ങൾ പറയുന്നു, ഇതുപോലെ എല്ലാരെയും കൊന്നു, പ്രഹസ്തൻ ഉൾപ്പെടെയുള്ള എല്ലാവരും മരിച്ചു, ഇനി രാവണനെ ഉള്ളൂ. രാവണൻ ചെന്നപ്പോ ഇങ്ങനെയൊക്കെയാ സംഭവിച്ചത്, അവനെല്ലാം നഷ്ടപ്പെട്ട് കിരീടവും തേരും കുതിരകളും സർവ്വതും നഷ്ടപ്പെട്ട് ഈ രാമന്റെ കാരുണ്യം കൊണ്ട് ജീവൻ തിരിച്ചു പോന്നു, ഇനിയും അവിടുന്ന് ചെന്ന് യുദ്ധം ചെയ്യണമെന്നാ പറയുന്നതെന്ന് പറഞ്ഞു. ശരിയാണെന്നാ യുദ്ധത്തിന് പോകാമെന്ന് പറയുമ്പം മഹോദരൻ എന്ന് പറയുന്ന അസുരൻ പറയുന്നു, അവിടുന്ന് ജ്യേഷ്ഠനെ പോയി കണ്ട് രാവണനെ പോയി കണ്ട് അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് പോകാമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ കുംഭകർണൻ നേരെ മഹോദരന്റെ വാക്ക് കേട്ട് രാവണനെ കാണാൻ പോകുന്നു. അങ്ങനെ രാവണനെ കാണാൻ പോകുമ്പോൾ രാവണൻ പറയുന്നു, എല്ലാം നഷ്ടപ്പെട്ടു, നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, കഥകളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് ഇനി നീ പോയി എന്റെ മാനവും ജീവനും രക്ഷിക്കാൻ പറയുന്നു. അപ്പം രാവണന് കുംഭകർണൻ കൊടുക്കുന്ന നീതി ഉപദേശം വളരെ മഹത്തായ അത് വളരെ ഗംഭീരമായ ഒരു ഉപദേശമാണ്. പക്ഷെ നമുക്കിപ്പോ 8:05 ആയതുകൊണ്ട് നമുക്കതെല്ലാം കൂടെ പറയാൻ പറ്റുന്നില്ല. വായിച്ചിരിക്കുമ്പോൾ നമുക്കത് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ഒരു ഉപദേശം കൊടുക്കുന്നു. ആ ഉപദേശം ഒട്ടും ഈ രാവണനെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോഴെന്താണ് പറയുന്നത്, നിന്നെ ഇവിടെ എന്തിനാണ് വിളിച്ചുകൊണ്ട് വന്നത്, നിന്നെ ഇപ്പൊ ഈ സീതയെ കൊടുക്കാനും രാമനെ ഭജിക്കാനും പറയാൻ വേണ്ടി ഉപദേശം തരാനാണോ എന്നെ ഇപ്പൊ ജ്ഞാനോപദേശം ചെയ്യാനൊന്നും അല്ല ഞാൻ നിന്നെ എഴുന്നേൽപ്പിച്ചത്. എന്താണ് അങ്ങനെ ജ്ഞാനോപദേശം ചെയ്യാനാണ് നിന്റെ പരിപാടിയെങ്കിൽ നീ പോയി കിടന്ന് ഉറങ്ങിക്കോ, ഞാൻ വേണ്ടത് വേറെ ചെയ്യാം. ആകാമെങ്കിൽ നീ പോയി രാമനെയും വാനരന്മാരെയും മാനവന്മാരെയും നിഗ്രഹിക്ക് എന്ന് പറയുമ്പോൾ രാവണൻ പറയുന്നു, നല്ലത് ആര് ചൊല്ലുന്നോ അതൊന്നും വിലയാവത്തില്ല. കാരണം കഷ്ടകാലത്ത് നല്ല കാര്യം പറഞ്ഞാൽ അതൊന്നും മനസ്സിലാകത്തില്ല. അതുപോലെ തന്നെ നല്ല മന്ത്രിമാര് നല്ല ഉപദേശം തരുന്ന മന്ത്രിമാര് വേണം നമ്മുടെ കൂടെ ഉണ്ടാവാൻ. അല്ലെങ്കിൽ ഇന്നത്തെ രാജ്യത്ത് പറയുന്ന പോലെ ഉപദേശക സമിതിയിൽ 10-20 പേര് കാണും, പക്ഷേ നാടിനും മന്ത്രിമാർക്കും ജനങ്ങൾക്കും ദോഷം വരുന്ന ഉപദേശങ്ങളായിരിക്കും അവർ കൊടുക്കുന്നത്. കാളകൂട വിഷം എന്ന് പറയുന്ന പോലത്തെ ഉപദേശങ്ങളാണ് അവർ കൊടുക്കുന്നത്. അത് കേൾക്കുന്ന മന്ത്രിമാരെന്ത് ചെയ്യും? ഇവിടെ രാവണൻ, അവിടെ നമ്മുടെ നാട്ടിൽ മന്ത്രിമാരെന്ത് ചെയ്യും? അതിനനുസരിച്ച് പ്രവർത്തിക്കും. അതിന്റെ തിക്തഫലങ്ങൾ നമ്മളെല്ലാവരും അനുഭവിക്കുകയാണ്. അങ്ങനെ പറയുന്നു. അങ്ങനെ
കുംഭകർണൻ രാവണനോട് യുദ്ധത്തിനായി പോകുന്നു. അങ്ങനെ ഒരു യുദ്ധത്തിനായി പോകുന്ന വലിയൊരു സംഭവമാണ്. കുംഭകർണൻ ഏറ്റവും വലിയൊരു മല ഇങ്ങനെ വരുന്നത് പോലെ രാമന് പോലും തോന്നുന്നത്. അപ്പൊ ഈ രാവണനോട് ചോദിക്കുന്നത് ആരാ, എന്താ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോ ഇതാണ് കുംഭകർണൻ എന്ന് പറഞ്ഞു. ഏറ്റവും നീതിമാനാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം വിഭീഷണൻ പോയി കുംഭകർണനെ വണങ്ങുന്നുണ്ട്. തന്റെ ജ്യേഷ്ഠനോട് യാതൊരു പരാതിയോ പരിഭവമോ ഇല്ല. അവിടെ ചെന്ന് വിഭീഷണൻ നമസ്കരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയുന്നു. വാളെടുത്ത് എന്നെ വെട്ടാൻ വന്നപ്പം ചന്ദ്രഹാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ശ്രീരാമനെ ശരണം പ്രാപിച്ചതാണെന്നൊക്കെ പറയുന്നു, നീയെങ്കിലും ഇവിടെ വന്നല്ലോ, അങ്ങനെ തന്നെ രാക്ഷസ വംശത്തിനെ രക്ഷിക്കാൻ നീ ഒരുത്തനെങ്കിലും ഉണ്ടല്ലോ. അപ്പം കുംഭകർണൻ അറിയാം ഈ രാക്ഷസ വംശം ഒന്നോടെ ഇതോടുകൂടി തീരും, ദുഷ്ടരായ രാക്ഷസന്മാരെല്ലാം നശിക്കും. അപ്പൊ രാജ്യം പാലിക്കാൻ ഇനി വിഭീഷണനുണ്ടല്ലോ എന്നാണ് കുംഭകർണൻ ഇവിടെ ആശ്വസിക്കുന്നത്. അങ്ങനെ പർവ്വതത്തിന്മേൽ മഴ പൊഴിയും വെണ്ണം ഭയങ്കരമായ ഒരു ഘോര യുദ്ധമാണ് നടക്കുന്നത്. ഇവിടെ കുംഭകർണൻ എന്താണ് ചെയ്യുന്നത്? മലയുടെ അത്രയുണ്ട്, കുറെ വാനരന്മാരെ ഒന്നിച്ചു പിടിച്ച് വായിലോട്ടങ്ങിടുക. നമ്മളെ ചിപ്സ് ഒക്കെ കഴിക്കുന്നത് പോലെ കുറെ വാരി വായിലോട്ടങ്ങിടും. എന്നാൽ ഈ വായിലകപ്പെടുന്ന വാനരന്മാരെന്ത് ചെയ്യും? കുംഭകർണന്റെ രണ്ട് ചെവി കൂടെയും ചാടി രക്ഷപ്പെടും. ഇത് തന്നെ തുടർച്ചയായിട്ട് നടക്കും. അങ്ങനെ ഭയങ്കര ഒരു യുദ്ധം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഒരു സാലം കൊണ്ട് നിശാചരൻ ഏറ്റപ്പോ ഇന്ദ്രാസ്ത്രമെയ്ത് അവന്റെ കൈകൾ, വാമഹസ്തം ഒരു സാലം കൊണ്ടും ഇന്ദ്രാസ്ത്രമെയ്ത് മറ്റു കൈകളും അർദ്ധചന്ദ്രാകാരമായ രണ്ട് അമ്പുകൊണ്ട് പാദങ്ങളും മുറിച്ചു. അവൻ താഴെ വീണു. പിന്നെ ഒരസ്ത്രമെയ്ത് അവനെ വധിക്കുകയും ചെയ്തു. അങ്ങനെ വധിച്ചു കഴിഞ്ഞപ്പോ വധിച്ചിട്ട് ആ അസ്ത്രമെയ്ത് അവന്റെ കഴുത്ത് മുറിച്ചു കളഞ്ഞപ്പോ കഴുത്തിന് മുകളിലുള്ള ആ തലഭാഗം ചെന്ന് ഗോപുരദ്വാരത്തിലും, ലങ്കാ നഗരത്തിന്റെ ഗോപുരദ്വാരത്തിലും ബാക്കിയുള്ള ശരീരം സാഗരത്തിലും നിക്ഷേപിച്ചു. അതോടുകൂടി കുംഭകർണവധവും കഴിഞ്ഞു. കുംഭകർണവധം കഴിഞ്ഞപ്പോ പിന്നെ ഭഗവാൻ നാരദൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നതും അങ്ങനെ നാരദന്റെ സ്തുതിയുമാണ്. അവിടെയും ഭഗവാൻ ആരാണ്, ഭക്തി എന്താണ്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ ശത്രുക്കൾ ആരാണ്? നമ്മുടെ ശത്രുക്കള് അഷ്ടരാഗങ്ങളാണ്. അതൊക്കെ കളഞ്ഞിട്ട് ഭഗവത് പൂജയോടുകൂടി എങ്ങനെയാണ് കഴിയേണ്ടത്, സൗമിത്രി ആരാണ്, അനന്തനാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പറഞ്ഞ് ഭഗവാനെ സ്തുതിക്കുന്നു നാരദൻ. അതോടുകൂടി ഇന്നത്തെ പാരായണ ഭാഗം നമുക്ക് ഭഗവാന്റെ പാദമലരുകളിൽ സമർപ്പിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്തേ. പ്രശ്നോത്തരിയിലേക്ക് കടക്കാം. പ്രശ്നത്തിലേക്ക് കടക്കാം. പ്രഹസ്തനും വധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ആരാണ് പിന്നീട് യുദ്ധത്തിന് വരുന്നത്? രാവണൻ. വളരെ ശരിയാണ്, വളരെ ശരിയാണ്. രാവണനോട് യുദ്ധം ചെയ്യാൻ ആദ്യമായിട്ട് പോകുന്നത് ആരാണ്? ലക്ഷ്മണൻ. അപ്പൊ രാവണൻ പറയുന്നുണ്ട് കുറച്ചു പേര് ഗോപുരദ്വാരത്തിൽ നിൽക്കണമെന്ന്. എന്തിനാണ് ഗോപുരദ്വാരത്തിൽ പോയി നിൽക്കുന്നത്? ആരെങ്കിലും കേറിയാലോ, അതെ. അപ്പം ലക്ഷ്മണൻ യുദ്ധത്തിന് പോകുമ്പം ശ്രീരാമൻ കൊടുക്കുന്ന ഉപദേശം എന്താണ്? പിന്നെ രാവണൻ മായ കാട്ടും, അതെ, വളരെ ശരിയാണ്. ചന്ദ്രഹാസമുണ്ട്, ചന്ദ്രചൂഡ പ്രിയനാണ്. ലക്ഷ്മണൻ ചെല്ലും മുൻപ് തന്നെ രാവണന്റെ തേരിൽ ചാടിക്കയറി രാവണനെ അടിച്ചതാരാണ്? ഹനുമാൻ. അപ്പൊ ഈ ഹനുമാനെ രാവണൻ എന്ത് ചെയ്യുന്നു? രാവണനെ ഹനുമാൻ അടിക്കുന്നു. അപ്പം തിരിച്ചെന്ത് ചെയ്യുന്നു? ഹനുമാന്റെ നേരത്തെ പാപകാസ്ത്രം ഉപയോഗിക്കുന്നു. സൗമിത്രി മോഹാലസ്യപ്പെട്ട് വീഴാൻ എന്താണ് കാരണം? ആര് കൊടുത്ത അമ്പ് ആണ് ഉപയോഗിച്ചത്? ആ വില്ല് ആര് കൊടുത്തതാണ്?
മായൻ ലക്ഷ്മണനെ ബോധം കെട്ട് വീണ ലക്ഷ്മണനെ പൊക്കിയെടുത്ത് രാമസവിധത്തിൽ എത്തിക്കുന്നത് ആരാണ്? ഹനുമാൻ. ഹനുമാൻ. എങ്ങനെയാണ് ശ്രീരാമൻ രാവണന്റെ ആ മോഹാലസ്യം ബോധക്ഷയം മാറ്റുന്നത്? ലക്ഷ്മണന്റെ അല്ലെ? ലക്ഷ്മണന്റെ അല്ലേ? ലക്ഷ്മണന്റെ ശ്രീരാമനോട് തോറ്റു ഓടിയ ആ രാവണൻ ഇനി എന്ത് ചെയ്യണമെന്നാണ് ഭൃത്യന്മാരോട് പറയുന്നത്? ഉണർത്താനാണ് പറയുന്നത്. എത്ര നാളായി സാധാരണ കുംഭകർണൻ ഉറങ്ങാറുള്ളത്? 6 മാസം. ഇപ്പൊ എത്ര നാളായി ഉറങ്ങാൻ തുടങ്ങിയിട്ട്? 9 ദിവസമായി. കുംഭകർണൻ അങ്ങനെ ഉണർത്തി. കുംഭകർണൻ യുദ്ധത്തിന് പോകാൻ തുടങ്ങുമ്പം രാവണന്റെ അനുഗ്രഹം വാങ്ങിച്ചു പോവാൻ കുംഭകർണനോട് പറയുന്നത് ആരാണ്? മഹോദരൻ. ഇത്രയൊക്കെ ഞാൻ ഇവിടം വരെ ഞാൻ ഈ വായിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു സാധാരണ ചോദ്യോത്തരം എഴുതാറുള്ളത്. കാരണം കഴിഞ്ഞ വർഷത്തെ ചോദ്യോത്തരം ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ഇതിപ്പോ നമ്മൾ പാരായണം ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദ്യോത്തരം എഴുതാറാണ് പതിവ്. ഇന്ന് ഇത്രയുമാണ് എഴുതാൻ പറ്റിയുള്ളൂ. കുറച്ച് ഭാഗം ഞാൻ വായിക്കാൻ പോയത് കൊണ്ട്. രാവണനെ ശപിച്ചവരുടെ വരും. രാവണനെ ആരൊക്കെയാണ് ശപിച്ചത്? അനാരണ്യൻ, രംഭ, നളകുംബരൻ, കുമാരൻ, പാർവതി. ഈ കഥകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പെട്ടെന്നാ പറഞ്ഞത്. മനസ്സിലായി. ഈ ശാപം ഉണ്ടാകാൻ ഇവരുടെയൊക്കെ ശാപങ്ങൾ എങ്ങനെ വന്നൂന്ന് അവസാന കാലത്ത് എല്ലാം കൂടെ കുറച്ചെങ്കിലും മനസ്സിലായല്ലേ? ഞാൻ പെട്ടെന്ന് പറഞ്ഞോണ്ടേ. അല്ല, ഞങ്ങള് ശ്രദ്ധിച്ചിരിക്കുക, അതുകൊണ്ട് മനസ്സിലാകുന്നുണ്ട്. ക്വസ്റ്റ്യൻ ആൻസർ പറയണ്ടേ, അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കും. അല്ല, അത് വേറൊരു കാര്യമുണ്ട്. നമുക്ക് നാളെ നമ്മുടെ തലമുറക്ക് പറഞ്ഞു കൊടുക്കാവേ ചെയ്യാമല്ലോ. കുറച്ച് എഴുതിയും വെക്കും. നമുക്കും കുംഭകർണൻ ശൂലം കൊണ്ട് സുഗ്രീവനെ കുത്തുന്നുണ്ട്. കുത്തി കഴിയുമ്പം ബോധം കെട്ട് സുഗ്രീവൻ വീഴുമ്പം കുംഭകർണൻ സുഗ്രീവനെ എടുത്തോണ്ട് പോകുന്നുണ്ട്. ബോധക്കെട്ട് കിടക്കുന്ന സുഗ്രീവനെ തോളിൽ ഇട്ടോണ്ടാണ് കുംഭകർണൻ അങ്ങോട്ട് പോകുന്നത്, ലങ്കയിലോട്ട് ചെല്ലുന്നത്. ലങ്കയിൽ ചെല്ലുമ്പം അവിടുത്തെ രാക്ഷസ സ്ത്രീകളെല്ലാം ഭയങ്കര സന്തോഷമായി. ഒരാളെങ്കിലും ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റിയല്ലോ കൊന്ന് എന്ന് വിചാരിച്ച് അവര് പനിനീരിൽ മുക്കിയ പൂക്കളും ഒക്കെ വെച്ച് മാലകളും ഒക്കെ വെച്ച് കുംഭകർണനെ വീശുന്നതാ, പനിനീര് തെളിക്കുന്ന. പക്ഷെ അതൊക്കെ തോളെ കിടന്ന സുഗ്രീവനും കൂടെ കിട്ടി. സുഗ്രീവനപ്പം ബോധക്ഷയം മാറി എഴുന്നേറ്റിട്ട് ഈ കുംഭകർണന്റെ ചെവിയും മൂക്കും കടിച്ചു പറിച്ചുകൊണ്ട് ഇങ്ങനെ പോരുവാ ചെയ്യുന്നേ. എന്തോ കഥ പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ചോദ്യമായിട്ട് ചോദിക്കാതെ ഞാനിപ്പൊ പറഞ്ഞത്. ഞാൻ ഇപ്പോഴത് ഓർത്ത് കുറച്ച് സ്പീഡിൽ ഇപ്പൊ ഈ കഥ മറ്റേ വേദവതിയുടെ ഒക്കെ കഥ പറയാൻ പോയത് കൊണ്ട് സമയം കൂടി പോയല്ലോ എന്ന് വിചാരിച്ച് തിരക്ക് പിടിച്ച് പറയുന്നതാ. നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഞാൻ ഭയങ്കര ട്രെയിനിന്റെ ഒക്കെ സ്പീഡിലാ പറയുന്നത്. പിന്നെ കുംഭകർണനെ വധിച്ചിട്ട് കുംഭകർണന്റെ തല എവിടെ നിക്ഷേപിച്ചു? ബാക്കി ശരീരം സമുദ്രത്തിൽ. അതെ. എല്ലാരും എല്ലാ ഉത്തരങ്ങളും പറഞ്ഞു. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? കുരുക്ഷേത്ര യുദ്ധത്തില് അർജുനന്റെ കൊടിയില് എങ്ങനെയായിരുന്നു ഹനുമാൻ പുറകോട്ട് തിരിഞ്ഞായിരുന്നല്ലോ? അത് എന്തുകൊണ്ടാന്ന് അറിയാമോ? അത് അറിഞ്ഞൂടാ. ഞാൻ ആരോടെങ്കിലും ചോദിച്ചിട്ട് ഉത്തരം കിട്ടുമ്പോ പറയാം. ഞാൻ പറയാം. രാവണനെ
രാമയുദ്ധം കണ്ടിട്ട് ഈ യുദ്ധം കണ്ടിട്ട് എന്തോ വന്ന് രാമയുദ്ധം പോലെ രാമരാവണ യുദ്ധം പോലെ അല്ല ഈ കുരുക്ഷേത്ര യുദ്ധം അത്രയ്ക്ക് വലിയ ആയിരുന്ന അതുകൊണ്ട് എനിക്കിത് കാണണ്ട എന്നും പറഞ്ഞ് തിരിഞ്ഞു നിൽക്കുകയായിരുന്ന പറയുന്നത് കൊടിയാടയില് ഹനുമാന്. ഞാനിത് ആദ്യമായിട്ട് കേൾക്കും. ഞാൻ വളരെ സന്തോഷം. അങ്ങനെ ഓരോരുത്തർക്കും ഉള്ള അറിവുകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവർക്കും എല്ലാം അറിയാൻ പറ്റും. ആദ്യത്തെ ദിവസം യുദ്ധത്തിൽ വാനർ ഉപയോഗിച്ച അസ്ത്രം ഏതാണ്? ആദ്യത്തെ ദിവസത്തെ യുദ്ധത്തില് വാനരൻ ഉപയോഗിച്ച അസ്ത്രം ആരുപയോഗിച്ചതാ? വാനരൻ ഏത് വാനരൻ? ഏത് വാനരൻ? നാഗാസ്ത്രം. ഏത് വാനരനാ ഉപയോഗിച്ചേ? യുദ്ധത്തിൽ വാനരൻ ഉപയോഗിച്ച അസ്ത്രം. ഏത് വാനരൻ? ഏത് വാനരൻ? നാഗാസ്ത്രത്തെ നേരിടാൻ ഉപയോഗിച്ചത് വാനരനെ പറഞ്ഞിട്ടുള്ളൂ ചേച്ചി. അപ്പൊ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. വ്യക്തമായ ഒരു ഉത്തരം ഉള്ളത് മാത്രമേ നമ്മൾ പറയാവൂ. അതെ, അല്ല അത് ഇനി ഏത് വാനരനാണെന്നുള്ളത് ഇനി അത് നോക്കട്ടെ. വ്യക്തമായിട്ട് നമ്മുടെ ഇതിനകത്തിൽ ഉണ്ടെങ്കിൽ നമുക്കത് ചോദിക്കാം. ആദ്യത്തെ ദിവസം തന്നെ മരിച്ച രാക്ഷസ നേതാക്കൾ ആരൊക്കെയാണ്? അതൊക്കെ നമുക്ക് ചോദിച്ചോണ്ടേ, കുഴപ്പമില്ല. മഹാബാഹു, വന്നവരെല്ലാം കൊന്നു. വന്നവരാരാണെന്ന് പറഞ്ഞില്ലല്ലോ. വന്നവരാരൊക്കെയാണെന്ന് വിഭീഷണൻ ശ്രീരാമചന്ദ്രന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഭാഗമുണ്ട്. ഈ നല്ല വീരന്മാർ വരുന്നത് കാണടോ, ചൊല്ലേണം എന്നോട് ഇവരെ യഥാഗുണം എന്ന് ശ്രീരാമൻ പറയുമ്പം വിഭീഷണൻ ഉത്തരം കൊടുക്കുന്നുണ്ട്. ആനക്കഴുത്തിൽ വരുന്നത് അകമ്പനൻ. കണ്ടോ? ആനക്കഴുത്തിൽ വരുന്നത് അകമ്പനൻ, സിംഹധ്വജത്തിൽ വരുന്നത് അത് തേരിൽ കരേറി വരുന്നത് ഇന്ദ്രജിത്ത്. പിന്നെ പിന്നെ രാവണന്റെ മകനാണ് ഈ കായം കളർന്ന് വിഭൂഷണം പൂണ്ട അതികായൻ വരുന്നത്. രാവണാന്താത്മകൻ എന്ന് പറയുന്നത് രാവണന്റെ മകനാണ് ഈ അതികായൻ. പൊന്നണിഞ്ഞ് ആനക്കഴുത്തിൽ വരുന്നവൻ മഹോദരൻ. വാജിമേലേറി വരുന്ന പരിഹവും പിടിച്ചോണ്ട് വരുന്നവൻ ശൂരേന്ദ്രൻ. ആരാണ്? വിശാലൻ. വെള്ളെരുതിൻ മുകളേറി തൃശൂലവും പിടിച്ചുകൊണ്ട് വരുന്നതും രാവണന്റെ പുത്രനായ ത്രിശിരസാണ്. പിന്നെ ദേവാന്തകൻ, കുംഭകർണാത്മജൻ, കുംഭൻ, നികുംഭൻ, പരിഘായുധൻ, ഇവരൊക്കെ വരുന്നുണ്ട്. അപ്പൊ മരിച്ചവരാരാന്ന് ചോദിച്ചാൽ ഇവരെല്ലാം മരിച്ചു. അതെ, ഇത്രാം ദിവസം ഉണ്ട്. അതെ, വെള്ളം മരുതെന്നോ ഒരു വെള്ളം മരുതോ? വെള്ളമരുതിൻ മുകളേറിയെന്നോ ത്രിശരസ് വരുന്നേ? വെള്ളെരുതിൻ മുകളേറി. വെള്ളെരുത്. തൃശൂലവും തുള്ളിച്ചിരിക്കുന്നവൻ ത്രിശിരസ്. ത്രിശിരസും രാവണന്റെ ഒരു മകനാ. പേരാണോ? ത്രിശിരസിനെ കൊന്നത് ഹനുമാൻ. അത് വരുന്നതേ ഉള്ളൂ. അതെ, അപ്പൊ ഇനി ഇന്നത്തെ നിർത്താം അല്ലേ? അതെ. ബാലശങ്കരം ഗ്രൂപ്പിലെ ആ മോളോടൊന്ന് പറയാൻ പറ്റുമോ? ഒരു ഭാഗം പാരായണം ചെയ്ത് കഥയും പറയാന്. അവളുടെ പേടിയാണ്. ശോഭയുടെ കൊച്ചുമോള് ശോഭ ചേച്ചി. എന്തോ എന്റെ കൊച്ചുമോളല്ലേ? ശോഭ ചേച്ചിയുടെ കൊച്ചുമോളല്ലായിരുന്നു അന്ന് രാമായണം ചൊല്ലിയത്? ആ മോളോടൊന്ന് പറയാമോ കുറച്ച് ഭാഗം പാരായണം ചെയ്യാൻ? ബാലശങ്കരത്തിലെ കുഞ്ഞുങ്ങള് 31-ാം തീയതി പാരായണം ചെയ്യുന്നുണ്ട്.
31-ാം തീയതി. അതെ അതെ, പാരായണം ചെയ്യാൻ പറയാം. പറയാമോ? ഞാനിപ്പോ ഭാഗം ഇട്ട് തരാം. എന്തോ? ആ പാരായണം ചെയ്യേണ്ട ഭാഗം ഞാൻ ഇട്ട് തന്നാ മതിയല്ലോ. ആ ഹാ ഹാ ശരി. സ്മരണ വേണമെങ്കിൽ ദ്രുപത് ചെയ്യും, ഗുരുസ്മരണ വേണമെങ്കിൽ. ആ സദാശിവ അത് സമാരംഭം കുഞ്ഞുങ്ങളെ കൊണ്ട് നമുക്ക് ആദ്യത്തെ ഇതെല്ലാം മോനെ ചൊല്ലിക്കാം. എല്ലാം ചെയ്യും. അത് 4 ശ്ലോകം വേണേ മോനെ കൊണ്ട് ചെയ്യിക്കാം. അതെല്ലാം കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിക്കാം. കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് അതെല്ലാം ആ ചെയ്യിക്കാം. കുറച്ചുകൂടെ പ്രായമായവരെ കൊണ്ട് നമുക്ക് പാരായണം ചെയ്യിക്കാം. അല്ല, മോനെ അത് ആ ശ്ലോകമൊക്കെ ചൊല്ലും. അത് വേണേ മോനെ കൊണ്ട് ചെയ്യിക്കാം. ഗുരുസ്മരണ എന്ന് പറഞ്ഞു. അതപ്പോ ചേച്ചി ആ അജ്ഞാന ഗ്രൂപ്പിൽ അന്തർജനപതിതം. ചേച്ചി അത്രയും ചൊല്ലണമെന്ന് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, കണ്ടായിരുന്നോ? ഞാൻ കണ്ടു, ഇന്ന് കണ്ടു. അപ്പൊ കാണുമ്പോ ചേച്ചി അത് ഇന്നത് ഇന്നയാള് ചൊല്ലാമെന്നൊന്ന് ഗ്രൂപ്പിൽ ഇട്ടാ മതി. ആ അപ്പൊ നമുക്ക് ആ ഓർഡറിൽ നമുക്ക് വിളിക്കാമല്ലോ ആൾക്കാരെ. ഞാൻ അന്തർഗഗനപതിത നാളെ ഞാൻ പുള്ളിയെ കൊണ്ട് ചോദിച്ചു. ചേച്ചി അതെ, നമുക്ക് എല്ലാം കൂടെ ചൊല്ലാനുള്ള സമയമില്ല. കാരണം നമ്മുടെ 7 മുതൽ 8 വരെയുള്ള സമയത്തിന് ഇത് നിൽക്കണ്ടായോ? ഒരെണ്ണം ചൊല്ലാം. അപ്പൊ ഈ കൊടുത്തിരിക്കുന്നതിൽ ഒന്ന് ചൊല്ലാമെങ്കിൽ അതിന് വെളിയിൽ നിന്നുള്ളതും കൂടെ ചൊല്ലിയ സമയം പോകും. അതുകൊണ്ട് കഥയും പറയണ്ട, കഥയും പറഞ്ഞു കുഞ്ഞുങ്ങൾ ചൊല്ലണ്ടായോ? കൊടുത്തിരിക്കുന്ന ഒരെണ്ണം ചൊല്ലാം. ആ വളരെ സന്തോഷം. ശോഭ ചേച്ചി അത് കുഞ്ഞിനോട് ഞാൻ ശോഭ ചേച്ചിയുടെ നമ്പറിലോട്ട് ഇട്ട് തരാം. അപ്പൊ ആ ഭാഗം ആ മോളോട് പറഞ്ഞിട്ട്. ശരി ശരി. ഞാൻ ഇതുപോലെ മുല്ലപ്പള്ളി കൃഷ്ണേട്ടനാണ് കഴിഞ്ഞ വർഷം നമ്മുടെ രാമായണക്കാറ്റിന്റെ അവസാനം വന്നിരുന്നത്. ഓർമ്മയുണ്ടായിരിക്കും. മുല്ലപ്പള്ളി വിശ്വഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് കണ്ടാണ് മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അദ്ദേഹമാണ് ഇപ്രാവശ്യം നമ്മുടെ രാമായണക്കാറ്റിൽ അവസാന ദിവസം എത്തുന്നത്. അപ്പൊ ഒന്ന് സൂചിപ്പിച്ചു നോക്കാം. 10 മിനിറ്റ് നേരം അദ്ദേഹത്തിനും അത്രേ ഉള്ളൂ. എന്തോ 7 മണി മുതൽ തന്നെയാണോ? 7 തൊട്ട് 8 വരെ. അല്ല, കുഞ്ഞുങ്ങളായതുകൊണ്ട് ചിലപ്പം കഥ പറയുന്നതും അവരെ കൊണ്ട് പറയിപ്പിക്കാന്നാ ഞാൻ വെച്ചത്. അപ്പൊ അല്ല 10 മിനിറ്റ് അദ്ദേഹത്തിന് അനുമതി. അത് 10 മിനിറ്റ് ഒരു 10 മിനിറ്റ് തന്നെ വേണ്ടി വരില്ല. ഒരു 5 മിനിറ്റ് ഒരു അനുഗ്രഹം ഇത് ചെയ്യാൻ വേണ്ടിട്ട് നമ്മള് ഇപ്പൊ ഇച്ചിരി 8:15 ഇന്നത്തെ പോലെ ഇപ്പൊ 8:23 എത്രയായാലും കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല. അന്ന് ലാസ്റ്റ് ദിവസമല്ലേ. കീർത്തനങ്ങളോ അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ആവാം. നല്ലൊരു കുട്ടികളാവുമ്പോൾ പിന്നെ നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ ഒരു ഇതും ഉണ്ടാവുമല്ലോ, ഇനിയിപ്പം ഉണ്ടാവും തീർച്ചയായും. അപ്പൊ ഈ പാരായണം കഴിയുമ്പോ നമുക്ക് കുട്ടികളെ കൊണ്ട് സമയം ഉണ്ടെങ്കിൽ ചൊല്ലിക്കാം. അതെ അതെ അതെ. ഗ്രൂപ്പിലൊന്നും ഇട്ടേക്കണേ ചേച്ചി ശ്ലോകങ്ങള് ശ്ലോകങ്ങൾ ഇട്ടിട്ടുണ്ട് ചേച്ചി. ഇനിയും വേണമെങ്കിൽ ഇട്ടിട്ടുണ്ട്, ഇനിയും വേണമെങ്കിലും ഇടാം. ഇതൊക്കെ നോക്കി ഇനി ഞാൻ ഡിലീറ്റ് ആക്കിയോന്ന് അറിഞ്ഞില്ല. ഞാൻ മനസ്സിൽ കുറിച്ച് വെച്ചു. എങ്കിലും ഒന്നുകൂടെ ഇട്ടോളൂ. ഇടാം. നീ ഇത് ഓഫ് ചെയ്തിട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ വായിച്ചു നമുക്ക് ഇന്നത്തെ രാമായണക്കാറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ശ്രീരാമസ്വാമിയുടെ കാരുണ്യ കടാക്ഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് ഇവിടെ വാങ്ങാം. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ലോകാ സമസ്ത സുഖനോ ഭവന്തു. ജയശങ്കര ജയശങ്കര ജയശങ്കര.